അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അരോമ ടിവിയുടെ ഈ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ സാഹചര്യങ്ങളിൽ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ ദാസി സിസ്റ്റർ ചെല്ലമ്മ ജോസഫ് ആണ്. തന്റെ ജീവിതാനുഭവം, വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ദൈവം നടത്തിയ അസാധാരണമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു ചലനം സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ഈ സാക്ഷ്യം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മറക്കാതെ ഉടൻ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുകൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നത് പോലെ തന്നെ അവർക്കും അത് അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ചെല്ലമ്മ ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിത്യരാജാവും അദൃശ്യനും അക്ഷയനുമായ നമ്മുടെ കർത്താവിന് സകല ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് അരോമ ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ കൃപയാല് എൻ്റെ ജീവിത അനുഭവങ്ങള് പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ സാഹചര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അരോമ ടിവിയിലെ പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോണിനും ഫാമിലിക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മിനിസ്ട്രിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ലില്ലിയാൻറ്റിയുണ്ട്, ആ കൂട്ടത്തിൽ PG വർഗീസങ്ങന്റെ വൈഫ്, അതോടൊപ്പം തന്നെ ഞാൻ ഈ അരോമ ടിവിയിലെ പല സാക്ഷ്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ടായിരുന്നു. കർത്താവിന്റെ കൃപയാല് എനിക്ക് അരോമ ടിവിയുമായി ബന്ധപ്പെടുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് തികഞ്ഞ സ്നേഹവും ആദരവും എല്ലാം ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തേണ്ട, പാസ്റ്റർജി പറഞ്ഞ പോലെ എൻ്റെ പേര് ചെല്ലമ്മ ജോസഫ്. ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ ബ്രദർ PG വർഗീസ് അങ്കിളുടെയും ലില്ലിയാൻ്റെയും ഒക്കെ കൂടെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ ഞാൻ കർത്താവിൻ്റെ വേലയിൽ പ്രെയർ മിനിസ്ട്രിയിലായിരിക്കുന്നു. കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തി. കഴിഞ്ഞ 33 വർഷങ്ങളാണ് ഞാൻ IET-യിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് പ്രെയർ മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ പേര് ചെല്ലമ്മ ജോസഫ്. എനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും, എനിക്ക് മുതിർന്ന 2 സഹോദരിമാർ, ഇളയ 2 സഹോദരന്മാർ, ഞാൻ ഇടയ്ക്കുള്ള ആള്. ഞങ്ങൾ 5 മക്കളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പേരൻസ് ഒക്കെ അവരൊക്കെ മരിച്ചുപോയി. ഒരു മൂത്ത ചേച്ചി മരിച്ചുപോയി. ഇപ്പൊ ഞങ്ങള് ബാക്കി 4 പേരും ദൈവകൃപയാല് അവിടെവിടങ്ങളായിട്ട് കർത്താവിന്റെ കൃപയാൽ ജീവിക്കുന്നു. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ 5 മക്കളും, അച്ഛനും അമ്മയും 5 മക്കളും, അതായത് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ അച്ഛൻ ചെയ്തിരുന്നത് അമ്പലത്തില് ദേവസ്വം ബോർഡ് ഭജനക്കാരനായിരുന്നു എൻ്റെ പിതാവ്. ആ അമ്പലത്തിലെ ഭജന കീർത്തനങ്ങൾ ആലപിക്കാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ ഞങ്ങളും പോവുക പതിവായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പോകുമ്പോൾ അച്ഛൻ ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു ഗഞ്ചറ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട് താളം കൊട്ടാൻ വേണ്ടി. അത് കൊട്ടി പാട്ടൊക്കെ പാടുമ്പോൾ ഞാൻ ചെറിയൊരു ഇലത്താളം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കൊട്ടി ഞാൻ പാട്ട് പാടുന്നത്. അച്ഛനും ഞങ്ങൾ 5 മക്കളും കൂടെ ആയിരുന്നു ഭജനയൊക്കെ പാടുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡിലെ ഭജനക്കാരായി ഞങ്ങൾ ആയിരുന്നു. 51 ദിവസവും വ്രതനിഷ്ഠയോടെ വളരെ
കൃത്യനിഷ്ഠയോടെ അച്ഛൻ ഞങ്ങളെ അതിൽ വളർത്തി പഠിപ്പിച്ചു. ഞങ്ങളൊക്കെ എന്നും അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്യുന്നവരായിരുന്നു. ഈ ശബരിമലയിലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും 51 ദിവസവും മണ്ഡലപൂജ എന്ന് പറയും. അതിൽ 51 ദിവസം മണ്ഡലപൂജ നടക്കുമ്പോൾ എൻ്റെ പിതാവായിരിക്കും അതിനകത്തെ ഭജനക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നത്, പാട്ട് പാടുന്നത്. അച്ഛൻ അത് ചെയ്യുമ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ ഇരുന്ന് പാട്ട് പാടും. അതായിരുന്നു ഞങ്ങളുടെ പതിവെന്ന് പറയുന്നത്. രാവിലെ വൈകിട്ടും കുളിച്ച് വ്രതശുദ്ധിയോടെ അമ്പലത്തിൽ പോയി പാട്ട് പാടി ഭജന പാടി അമ്പലത്തിൽ പ്രസാദവും പായസവും ഒക്കെ കഴിച്ചാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളർന്നു വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തെക്കാളും ഉപരി ഞങ്ങൾ കഴിച്ചത് അമ്പലത്തിലെ പ്രസാദമായിരുന്നു പറയാം. അങ്ങനെയായിരുന്നു. അത് ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു വലിയ കാര്യമായിരുന്നു. ഞങ്ങൾ അന്ന് ആ രീതിയിലൊക്കെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു പോയി. എന്നാൽ ഞങ്ങൾക്ക് എന്നെ അച്ഛന് ഒത്തിരി സ്നേഹിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഞാൻ പല ഭജന സെറ്റ് വരുമ്പോഴും ഞാനാണ് അച്ഛന്റെ ഏറ്റവും നല്ല പാട്ടുകാരി. അപ്പൊ എന്നെ കൊണ്ടായിരുന്നു കൂടുതൽ പാട്ടൊക്കെ പാടിപ്പിക്കുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന സമയത്താണ് അച്ഛനൊരു വലിയ സന്തോഷം തോന്നി. അമ്പലത്തിലെ പൂജാപാത്രങ്ങളൊക്കെ കഴുകുന്നതും അമ്പലത്തിലെ മുറ്റം തൂത്തുവാരുന്നതും ഒക്കെ ചെയ്യാൻ വേണ്ടി എന്നെ അച്ഛനാണെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അമ്പലത്തിൽ രാവിലെ കൊണ്ടുവിടും. ഞാനെല്ലാം ചെയ്തിട്ട് വരും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ക്ഷേത്ര ഭക്തിയായിട്ട് ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ആ ഒരു രീതിയിലാണ് ഞാൻ വളർന്നു വന്നത്. വീട്ടിലെല്ലാവരും സന്തോഷമായിരുന്നു. അച്ഛൻ നല്ല നല്ല ഞങ്ങളെ മക്കളെ വളർത്തിയിരുന്നു. നല്ല സ്നേഹമായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് എൻ്റെ വീടിനടുത്ത് തന്നെ. ഞാൻ എൻ്റെ സ്ഥലം പരിചയപ്പെടുത്തിയില്ല. കൂട്ടിക്കലില്, അതായത് കോട്ടയത്ത് ഡിസ്ട്രിക്റ്റില് കൂട്ടിക്കൽ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം. അവിടെ നേറ്റീവ് പ്ലേസ് പറയുകയാണെങ്കിൽ താളങ്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റേത്. ആ താളങ്കൽ ഒരു ദേവി ക്ഷേത്രമുണ്ട്. അത് കാളിയുടെ ക്ഷേത്രമാണ്. അവിടെ അച്ഛൻ വലിയ ഭക്തനായിരുന്നു. ഞങ്ങൾ എല്ലാവരും അതില്. എന്നെ എൻ്റെ പിതാവ് കാളിക്ക് വേണ്ടി നിവേദിച്ചു കൊടുത്തത് ഏൽപ്പിച്ച ഇത് നിന്റേതാണെന്ന് പറഞ്ഞ് കർത്താവിന് സ്തോത്രം. ഞാൻ അതിൽ നിന്നൊക്കെയും മാറി എൻ്റെ ദൈവം എന്നെ ഇവിടം വരെ എത്തിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു വരവേ എൻ്റെ 10-ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ 10th പാസ്സായി കഴിഞ്ഞ് പിന്നെ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പിന്നെ ഞാൻ പോയത്. ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിച്ചു. നമ്മുടെ ഇന്നത്തെ +1 +2 അന്ന് പ്രീ ഡിഗ്രി ആണ് ഞങ്ങളുടെ സമയത്ത്. +1 +2 പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിൽ ഡിഗ്രിക്ക് ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി പോകാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കി തന്നു. അപ്പോഴ് ഞാൻ 10th വരെ പഠിച്ചു. ആ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലങ്ങനെ നിന്നിട്ടില്ല. എന്നാൽ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോള് എന്റെ വീട്ടില് ഭയങ്കരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാകും. നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഒരു ദിവസം ചുരുക്കമായിട്ട് പറയുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ. എന്റെ പിതാവ് വളരെ സന്തോഷത്തോടെ ഞങ്ങളെ സ്നേഹിച്ച് കരുതി വളർത്തിയതാ. പക്ഷേല് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു എന്റെ വീട്ടിൽ എന്നും അടിയും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോള് ഞാൻ കാണാനിടയായി തീർന്നു. എന്റെ 10 ദിവസത്തേക്ക് ഞങ്ങളുടെ ഹോസ്റ്റൽ പൂട്ടി. വെള്ളമില്ലായിരുന്നു പിന്നെ ഹോസ്റ്റലിലെ കിണറ്റില്. അപ്പൊ അത് കുഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു. എല്ലാവരും വീട്ടിൽ 10 ദിവസമേ നിന്നോളാന്. ആ സമയത്ത് ഞാൻ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ എൻ്റെ വീട്ടിന് വാതിക്കൽ വന്നപ്പോൾ എൻ്റെ അമ്മയെ അച്ഛനാണെങ്കിൽ മുറിക്കകത്തിട്ട് വളരെ അങ്ങ് മർദ്ദിച്ച് ഒത്തിരി അടിച്ച് അവശയാക്കിയിട്ട് അച്ഛൻ ദേഷ്യപ്പെട്ട് നിൽക്കുക. ആ സമയത്ത് ഞാൻ ചെന്ന് വീടിന്റെ വാതിക്കൽ ചെന്ന് കൊട്ടി വിളിക്കുക. എന്റെ ബ്രദേഴ്സ് രണ്ടുപേരും അവര് അമ്മ കരയുന്നു. എന്റെ ബ്രദേഴ്സ് രണ്ടും വാതിക്കല, അച്ചാച്ചൻ മാത്രം മുറിക്കകത്താ. അവിടെ അമ്മ കരയുന്ന കേട്ടോണ്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ദേഷ്യപ്പെട്ട് ഇന്ന് കതക് വലിച്ചു ഇങ്ങനെ അടിച്ചോണ്ട് പറഞ്ഞു കഥ തുറക്കാൻ പറഞ്ഞു. പക്ഷെ എന്റെ അച്ഛൻ ഓർത്തില്ല ഞാൻ അപ്പൊ വരുമെന്ന്. ദേഷ്യപ്പെട്ട് വന്നിട്ട് ഇങ്ങനെ തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ആരാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇപ്പോന്ന് ഇങ്ങനെ ചോദിച്ചു. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ അപ്പന്റെ വായിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. എന്നെ വളരെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ അച്ഛൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി അങ്ങ് പോയി. അച്ഛൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ബ്രദേഴ്സിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ എന്നും ഇങ്ങനെയാണ്. അച്ഛൻ എന്നും അടിയും പിടിയും വഴക്കും ബഹളവും ഒക്കെയാണ്. അമ്മയെ ഒത്തിരി ഉപദ്രവിക്കും. ഞാനത് കണ്ട് വിഷമിച്ച് അമ്മയെ ചെന്ന് നോക്കിയപ്പം മുഖമെല്ലാം പിന്നെ ചോര ഒലിച്ച പാടുകളും മുടിയെല്ലാം പിച്ചി കീറി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം. ഞാൻ അമ്മയോട് ചോദിച്ചു എന്ത് പറ്റിയതാന്ന്. അപ്പൊ അമ്മയുണ്ട് വിഷമിച്ചത്. മോനെ, നിന്റെ അപ്പൻ ഇങ്ങനെയാണ്. നിന്റെ അപ്പന്റെ കൂടെ ഇവിടെ നിന്നാല് നിനക്ക് സന്തോഷമായി ജീവിക്കാൻ ഒക്കെ നീ തിരിച്ച് ഹോസ്റ്റലിൽ പൊക്കോളാൻ പറഞ്ഞു. 10 ദിവസം അവധിക്ക് വന്ന് ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങും പോകാൻ പറ്റത്തില്ല, ഹോസ്റ്റലിൽ അടച്ചിരിക്കാന്ന്. അന്നേരം അച്ഛന്റെ പെങ്ങന്മാരുടെ വീടുണ്ട് ആറന്മുളയില്. എന്നോട് പറഞ്ഞു, നീ അവിടെ പോക്കോ, എന്റെ ഒരു 5 രൂപ എടുത്ത് എന്റെ കൈ തന്നെ. എന്റെ അമ്മ പറഞ്ഞു, എന്റെ മോൻ എവിടെങ്കിലും പോയി ജീവിച്ചോ, ഈ അപ്പന്റെ അടുത്ത് നിന്നാൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല, നിനക്ക് പഠിത്തം പൂർത്തിയാക്കണമല്ലോ. അങ്ങനെ പറഞ്ഞ് എന്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടു.
അപ്പൊ അച്ഛന് വീട്ടിലില്ല. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തു. അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ആ അച്ഛന്റെ പെങ്ങടെ വീട്ടിൽ താമസിച്ചു. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലും സ്വന്തം അപ്പനും അമ്മയും നോക്കുന്നത് പോലെ മറ്റുള്ളവരാരും നമ്മുടെ മക്കളെ നോക്കത്തില്ല. എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പച്ചിയുടെ കൂടെ താമസിച്ച അച്ഛന്റെ പെങ്ങളെ. എന്നാല് എനിക്ക് കുറച്ച് ദിവസം അവിടെ നിന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, മനസ്സിന് വിഷമമുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്റെ അമ്മയുടെ കരഞ്ഞു കലങ്ങിയ മുഖമാണ് എന്റെ മനസ്സിൽ കാണുന്നത്. അങ്ങനെ ആയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഇതെന്തൊരു ജീവിതമാ. തിരിച്ച് 10 ദിവസം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ ഹോസ്റ്റലിൽ ചെന്നു. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു ഡിപ്രഷനിലേക്ക് പോയെന്ന് പറയാം. എനിക്ക് ഇന്നാണെന്ന് നമുക്ക് ഡിപ്രഷനൊക്കെ കണ്ടാൽ മനസ്സിലാകും. അന്ന് ഇതൊന്നും അറിയത്തില്ല. ഞാൻ വിഷമിച്ച് നടക്കുവാ. എന്റെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ചോദിച്ചു. എന്റെ ഫ്രണ്ട്സ് അല്ല എന്നെ ചെല്ലാജി എന്നാ വിളിക്കുന്നത്. അന്ന് ഞാൻ ചെല്ലമ്മ ഗോവിന്ദ്. എന്റെ അച്ഛന്റെ പേര് ചേർത്ത് എനിക്ക് ചെല്ലമ്മ ഗോവിന്ദ് എന്നായിരുന്നു എന്റെ പേര്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം ചെല്ലാജി എന്ന് വിളിക്കും. ചെല്ലാജി നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടിലെ പ്രശ്നമൊന്നും ഞാൻ ആരോടും പറയാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞു, "നീ എത്തിരി വിഷമിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ" പറഞ്ഞു. ഞാൻ പറഞ്ഞ്, "എനിക്ക് 33 ദേവീ ദേവന്മാരുണ്ട്. പിന്നെ നിങ്ങളുടെ യേശുവിനെ എനിക്കെന്തിനാ? നിങ്ങളുടെ യേശു നിങ്ങളുടെ പോക്കറ്റ് ഇട്ടോ" എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഡിമാൻഡുള്ള ഞാന് അമ്പലത്തിലെ വലിയ ഭക്തയാ. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാതെ ഞാൻ യേശുവിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എതിർക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, "നിങ്ങളൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യ്. എന്നെ വിളിക്കണ്ടാന്ന്" പറഞ്ഞു. അവര് പക്ഷെ എനിക്ക് വേണ്ടി ഡെയിലി ആ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. ഇങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. ICPFന്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ സഹോദരന്മാരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അതിൽ ബിജോ പോൾ എന്ന് പറയുന്ന സിസ്റ്റർ എന്നെ ഇപ്പോഴും എന്നെ വിളിക്കുകയും പറയുകയും ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് റിലേഷൻ ഉണ്ട്. അന്ന് ആ സിസ്റ്റർ എനിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചത്. ദൈവത്തിന്റെ കൃപയാല് അവർ നിർബന്ധിച്ച് എന്നോട് പ്രേയറിന് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. എനിക്കിഷ്ടമില്ല വരാന്ന്. കാരണം ഞാൻ അമ്പലത്തിൽ പോയി പൂജ വഴിപാടിലെല്ലാം ചെയ്തു. അച്ഛൻ പഠിപ്പിച്ച എല്ലാം ചെയ്തിട്ടും എനിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. ഞാൻ ഓർത്തു ഇനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം രാത്രി കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റാല് സ്കൂളില് എല്ലാരും കോളേജിൽ എല്ലാരും പിന്നെ റൈസിംഗ് ബെൽ അടിക്കുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോകും. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രിയില് ചില ദുർഭൂതങ്ങളൊക്കെ എന്നെ ഇങ്ങനെ വന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്ന പോലുള്ള അനുഭവങ്ങളാ എനിക്ക്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എനിക്ക് എന്തൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുംന്നറിയാം. പക്ഷെ ഇതെന്താ കാര്യംന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കെ എന്റെ ഫ്രണ്ട്സിന്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞു, എന്നും വിളിക്കുവല്ലോ എന്നാ ഒരു ദിവസം അങ്ങ് പ്രേയറിന് അങ്ങ് പോകാന്ന് വിചാരിച്ചു. ഈ കുഞ്ഞുങ്ങളെ വിളിക്കുന്നോണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, "ദൈവമേ ഇവരൊക്കെ വിളിക്കുന്നത് എന്തിനാ പോകുന്നത് എനിക്ക് അറിയത്തില്ല. എന്നാലും അങ്ങ് പോകാം." അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചു, "എനിക്ക് ആരെങ്കിലും ഉറക്ക ഗുളിക തരുവോ?" എനിക്ക് ഇഷ്ടം ഇങ്ങനെയായിരുന്നു. ഉറക്ക ഗുളിക ഒരു 10 ഒന്നിച്ച് കിട്ടിയാല് കഴിച്ചങ്ങ് മരിക്കും. ആരും അറിയത്തില്ലല്ലോ. പക്ഷേ എല്ലാരും പറഞ്ഞു, ഈ ടേം തീരുമ്പഴേ വീട്ടിൽ പോകത്തുള്ളൂ. അപ്പൊ ഞങ്ങള് കൊണ്ടുതരാന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റാത്ത ഞാൻ ഒരു ടേം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, "ഇപ്പൊ എനിക്ക് വേണോന്ന്" പറഞ്ഞു. അവര് പറഞ്ഞു, "പോയിട്ട് വരട്ടെ അപ്പൊ തരാന്ന്" പറഞ്ഞു. ഓക്കെ. അതങ്ങനെ പോയി. ഞാൻ ഓർത്തു ഏതെങ്കിലും വാഹനത്തിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാം. പക്ഷെ അതെനിക്ക് പേടിയാ ചെയ്യാനാ. അതല്ലെങ്കിൽ പിന്നെ എന്താണ് ഇത് കെട്ടിഞ്ഞാന്ന് ചാവാം. ഇങ്ങനെ ഓർത്തു. അതും പേടിയാ ചെയ്യാനായിട്ട്. പക്ഷെ എന്താന്നേലും പറഞ്ഞാൽ കർത്താവ് എന്നെ കണ്ടിരുന്നെന്ന് പറഞ്ഞാ മതി. ഇതൊന്നും ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഞാൻ ദൈവകൃപയാല് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്റെ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി. എനിക്ക് രാവിലെ 9 മുതൽ 1 മണി വരെ ഷിഫ്റ്റാ. ഞാൻ ഞാൻ അന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോള്. ഫസ്റ്റ് ഇയറിലാണ് ഡിഗ്രിക്ക് സെന്റ് തോമസ് കോളേജിൽ മലയാളം മെയിൻ എടുത്താ പഠിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് നല്ല കുഞ്ഞുങ്ങളായിരുന്നു. അവരെല്ലാം പറഞ്ഞു, "ചെല്ലാജി പ്രാർത്ഥിക്കാൻ പോകാം വരാൻ" പറഞ്ഞു. ഓഹ്! എന്തേലും ആയിപ്പോട്ടെ. ഇത്രയും ദിവസം പോയിട്ട് ഒരു ഭഗവാനും ഭഗവതിയും ഒന്നും സമാധാനം തന്നില്ല. ഇനി യേശു എന്താ ചെയ്യാൻ പോകുന്നത്? പോയി കണ്ടു നോക്കാന്ന് പറഞ്ഞ് അങ്ങ് പോയി. ആ പോക്ക് പോയത് ഒരു വലിയ ജീവിത വിജയത്തിലേക്കുള്ള തുടക്കമായിരുന്നെന്ന് ഇന്ന് പറയാൻ പറ്റും. കാരണം യേശുവിനെ കാണുവാന് ആ ഫ്രണ്ട്സ് എനിക്ക് സഹായമായി തീർന്നു. അതങ്ങനെ പോയി. ഞാനവിടെ ചെന്നു. ഞാൻ നോക്കിയപ്പം എന്റെ ക്ലാസ്സില് ഞങ്ങടെ ഒരു കൊച്ചു ക്ലാസ് റൂമാ. അവിടെ എന്റെ ക്ലാസ്സിൽ മലയാളം പിന്നെ എന്റെ മെയിൻ മലയാളം ക്ലാസ്സില് ആകെ 19 പിള്ളേരേ ഉള്ളൂ. അതൊരു കൊച്ചു ഗ്രീൻ റൂമില് ഞങ്ങൾ ഇരിക്കുന്ന ഓഡിറ്റോറിയത്തിന്. ആ ഓഡിറ്റോറിയത്തിന് വലിയൊരു ഓഡിറ്റോറിയത്തിന് ഒരു കോണിരുന്ന് കുറച്ച് പേര് കൈ കൊട്ടുന്നു, പാടുന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം ഇരുന്ന് സന്തോഷത്തോടെ ഇങ്ങനെ യേശുവിനെ ആരാധിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം. ഞാനെങ്ങനെ ഇവരുടെ കൂടെ ഇരിക്കുന്നത്? എനിക്ക് നോക്കിയപ്പോ ഞാൻ പൊട്ടിട്ടിട്ടുണ്ട്, ചന്ദനക്കുരി വരച്ചിട്ടുണ്ട്. ഞാൻ ലോകത്തിലേക്കും വലിയ ആഡംബരമായിട്ട് ഒരുങ്ങി ഇറങ്ങി അവിടെ ചെന്നേക്കുന്നു. എനിക്കത് കണ്ടിട്ട് വിഷമമായി. അയ്യോ! ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് വന്നത്? ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ലാതെ നല്ല സുന്ദരി പിള്ളേരവിടെ ഇരിക്കുന്നു. ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒന്നിച്ചിരുന്ന് കൈകൊട്ടി പാട്ട് പാടുന്നു. ഞാൻ ആ റൂമിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ കേട്ട ഒരു പാട്ട് ഇങ്ങനെയായിരുന്നു. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്തും കാക്കും എന്റെ ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും
ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ക്രിസ്തീയമായ പാട്ട് എന്റെ ജീവിതത്തെ തൊട്ടുണർത്തിയ ഒരു പാട്ട് ഞാൻ കേട്ടത് അന്നാണ്. അതിനു മുമ്പൊക്കെ ഞാൻ പാട്ടുകൾ വളരെ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ താമസിക്കുന്ന എസ്റ്റേറ്റിലെ ഞങ്ങള് എന്റെ പിതാവിന് ഫാക്ടറിയില് ജോലി ഉണ്ടായിരുന്നു. ഒരു റബ്ബർ ഫാക്ടറി. അത് ഞാൻ പറയാൻ വിട്ടുപോയത് ഇടയ്ക്ക്. അപ്പോൾ അച്ഛൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ അമ്പലത്തിലെ പൂജാകാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ. അപ്പോഴ് അവിടെ ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെ തൊട്ടടുത്ത ഒരു വീടുണ്ടായിരുന്നു. അവര് അവിടുത്തെ ചർച്ചിലെ ഒരു കപ്പ്യാര്, അന്ന് ഇന്നത്തെ ഭാഷയിലൊന്നും കപ്പ്യാരൊന്നും അന്ന് ഇല്ലെന്ന് തോന്നുന്നു. ഇന്നിപ്പം കപ്പ്യാരും കയ്യാളും ഒക്കെ ഉണ്ട്, നമുക്കറിയില്ല. കപ്പ്യാര് അച്ഛൻ ഇങ്ങനെ വന്ന് പാട്ടൊക്കെ പാടും. അപ്പൊ അവരെന്നും വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഞാൻ അന്ന് കേട്ട പാട്ടുകളൊക്കെ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, പിന്നെ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനെ, ആ പാട്ട്. പിന്നെ ആണെങ്കിൽ കരുണാനിധിയെ, കാൽവറി അൻപേ, യേശു, ആ പാട്ടുകളൊക്കെ എനിക്ക് പാട്ട് ഇഷ്ടമാണ്. ഞാൻ അങ്ങ് പാടുമായിരുന്നു. അവിടുത്തെ അപ്പച്ചൻ ഇന്ന് വയലിനൊക്കെ വായിച്ചുകൊണ്ട് ഈ പാട്ട് പാടും, കപ്പ്യാരപ്പച്ചൻ. ഞങ്ങൾ പോയിട്ട് പിള്ളേരൊക്കെ ഇന്ന് കേൾക്കും ഈ പാട്ട്. അന്നേ എന്റെ ദൈവത്തിന്റെ ഒരു ചലനം എന്റെ അകത്തുണ്ടായിരുന്നു പറയാനാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. കാരണം യേശു എന്നെ അന്ന് കണ്ടതായിരുന്നു. പക്ഷേ തക്ക സമയത്ത് ദൈവം അവന്റെ മകളാക്കി എന്നെ തീർക്കുവാൻ ഇടയാക്കി. ഞാൻ ഇങ്ങനെ ജീവിച്ച് എവിടെങ്കിലും പോയി ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി എന്നെ കർത്താവ് ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടിരുന്നു. ഞാൻ ആ കൂട്ടായ്മ ചെന്നിരുന്ന് ആദ്യമായി എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം, ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ആരുടെ നെറ്റിയിൽ പൊട്ടില്ല. ഞാൻ അവിടെ നിന്ന് എന്റെ പാവാടയുടെ അറ്റം കൊണ്ട് എന്റെ പൊട്ട് ഞാൻ മായ്ച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് ചന്ദനക്കുറിയും മായ്ച്ചു കളഞ്ഞു. എന്റെ ജീവിതത്തിലെ മാനസാന്തത്തിന്റെ ആദ്യ അനുഭവമായിരുന്നു അത്. ഞാൻ അവിടെ ഇരുന്നു. എന്റെ ഒരു PG വർഗീസ് എന്ന് പറഞ്ഞ PG വർഗീസ്, അതായത് എന്റെ ഇക്കണോമിക്സിന്റെ പ്രൊഫസറാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ആ പ്രൊഫസർ എന്റെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നു. ഇംഗ്ലീഷിലെ പ്രൊഫസർ എബി എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ക്ലാസ് എടുക്കുന്നു. എന്റെ ക്ലാസ്സിലെ പല കുട്ടികളും ഇവിടെ നിന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കൂട്ടായ്മയുടെ അനുഭവം. ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരും ഇരുന്നപ്പോൾ എനിക്കൊന്നും പ്രാർത്ഥിക്കാതെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോന്നു. പക്ഷെ എന്റെ ക്ലാസ്സിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെ ഇല്ലാത്തൊരു സമാധാനം അനുഭവിക്കാൻ. ഒരു വലിയ കല്ല് എന്റെ നെഞ്ചിൽ വെച്ച് കെട്ടിയാൽ എങ്ങനെ നടന്നേ, അതുപോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ, അതായത് ഒരു 2-3 മാസങ്ങൾ വരെ ഞാൻ ഇങ്ങനെ നടന്നത്. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടും സമാധാനമില്ലാത്ത അവസ്ഥയിലും എനിക്ക് മനസ്സിലായി എന്റെ അകത്ത് എന്തോ ഒരു ചേഞ്ച് വന്നെന്ന്. ഞാൻ അവിടെ എന്റെ ക്ലാസ് കഴിഞ്ഞു. കാരണം അന്ന് വരെ എന്റെ ടീച്ചേഴ്സ് എല്ലാം ചോദിക്കാന്നെ, ഇവക്ക് എന്ത് പറ്റി ഈ കുട്ടിക്ക്, നല്ലോണം പഠിച്ചു വന്നാ. ഫസ്റ്റ് ഇയർ എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് എന്റെ പഠിത്തം എല്ലാം ഉഴപ്പി. എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. ക്ലാസ്സിലെല്ലാം ഞാൻ പുറകോട്ടായി. ടീച്ചേഴ്സ് എല്ലാം വഴക്ക് പറയാൻ തുടങ്ങി, ഇവളെന്താ പഠിക്കാത്തെന്ന് പറഞ്ഞ്. എല്ലാവരും ഓർത്തു എന്തെങ്കിലും ലവ് അഫേഴ്സിൽ പോയി ഇവളുടെ ജീവിതം തീർന്നെന്ന് ഓർത്തു. പക്ഷേ ദൈവത്തിന്റെ കൃപയാല് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. ഊണ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര വ്യഗ്രതയാ. ഈ യേശു ആരാണെന്നൊന്ന് അറിയണമല്ലോ. ഞാൻ അതിനുവേണ്ടി അങ്ങനെ ഇരുന്നു. ഞാൻ എന്റെ റൂംമേറ്റ്, ഒരു റെനി എന്ന് പറഞ്ഞൊരു കുട്ടി, എന്റെ റൂംമേറ്റ്, അവള് ലാബിലേക്ക് പോയപ്പം ഞാൻ ഹോസ്റ്റലില് എന്റെ റൂമും ജനലും കതകും എല്ലാം അടച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എനിക്ക് യേശു ആരാണെന്ന് അറിയണം, അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ കണ്ണുകൾ അടച്ച് ഇങ്ങനെ മുട്ടുമേൽ നിന്നോണ്ട് ഇങ്ങനെ മുഴങ്കാലിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, കർത്താവായ യേശുവേ, നീ വാസ്തവമായും ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നിന്റെ വെളിച്ചം എന്റെ കണ്ണുകൾക്ക് മറയ്ക്കരുതേ എന്ന്. സത്യത്തില് ദൈവം എത്ര സ്നേഹിക്കുന്ന ദൈവമാ. ഞാൻ ദൈവത്തോട് മല്ലു പിടിക്കുക, നീ ദൈവമാണോ, അങ്ങനെയാണെങ്കിൽ എന്നോട് കാണിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കണ്ണ് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഈ കണ്ണുകൾക്ക് മുമ്പിൽ 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് പ്രകാശിച്ചാൽ എത്ര പ്രകാശം കാണുമോ, അത് വലിയൊരു പ്രകാശത്തിന് മുൻപിൽ ഞാൻ ഇങ്ങനെ ഒരു തുറന്ന സ്വർഗത്തിന് ദർശനം കണ്ടു. അത് തുറന്ന സ്വർഗമാണോ ദർശനം സ്വർഗത്തിലാണോ എനിക്കറിയില്ല. ഞാനൊരു വലിയ വെളിച്ചം കണ്ടു. എത്രമാത്രം വെളിച്ചം, ഈ വോൾട്ടേജ് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എനിക്ക് പേടി വന്നു. അയ്യോ, ഞാൻ എന്തോ ഈ കാണുന്നതിന്, ഇതുവരെയും കാണും. കണ്ണടച്ചാൽ ഭയങ്കര വെളിച്ചം, കണ്ണ് തുറന്നാൽ വെളിച്ചമില്ല, ഇരുട്ടാ. പെട്ടെന്ന് ഞാൻ പേടിച്ചിട്ട് ലൈറ്റ് ഓൺ ആക്കി റൂം തുറന്നിട്ടു. കാരണം എനിക്ക് ഒറ്റ ഒരു കാര്യം, ഞാൻ അമ്പലത്തിലെ പ്രാർത്ഥനക്കാരുടെ, അമ്പലത്തിലെ ദേവസ്വം ബോർഡ് ഭജനക്കാരന്റെ മോളാ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കോളേജിൽ കുഞ്ഞുങ്ങൾ കണ്ട നാണക്കേടാ. അതുകൊണ്ട് എന്റെ അപ്പന്റെ നാമത്തിന് ഒരു മോശം വരും. അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്ന് ഓർത്തിരുന്ന. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം വെളിച്ചം കണ്ടു. ആ വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പം എന്റെ മനസ്സിലൊരു ചിന്ത. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് ഈ അല്ല, കർത്താവിന്റെ വചനം എന്ന് പറയുന്നത് ബൈബിൾ ക്രിസ്തുവിന്റെ വചനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത്, എന്നാൽ ബൈബിൾ ഒന്ന് വായിക്കാം, ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞ്, എനിക്കറിയില്ല ബൈബിൾ എങ്ങനെയാ വായിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ബൈബിൾ കയ്യിലെടുക്കുക. എന്റെ റൂംമേറ്റിന്റെ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ ബൈബിൾ എടുത്തിട്ട് ഞങ്ങൾ ഭഗവത്ഗീത രാമായണമൊക്കെ വായിക്കാൻ ഇങ്ങനെ ആ പുസ്തകം അങ്ങ് തുറന്ന്, തുറന്നപ്പോൾ ഇത്രയും വലിയ ബൈബിളിന്റെ 2 സൈഡിലും നിറയെ വചനങ്ങളാ. പക്ഷെ എനിക്ക് കിട്ടിയ
വചനം ഭയങ്കര അത്ഭുതമാണ്. ആ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. 66 സങ്കീർത്തനം 16 മുതൽ 20 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് തുടക്കം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം. ഞാൻ എന്റെ കഷ്ടതയിൽ അവനോട് നിലവിളിച്ചു, എന്റെ നാവിന്റെ മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. തന്റെ ദയ എങ്കിൽ നിന്നും എടുത്തു കളയാത്ത ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ആ ശബ്ദം, ആ വചനം വായിച്ചതുമല്ല, ഇന്ന് ഞാൻ കരയും ആ വചനം വായിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇത് എന്തോ അത് എനിക്കൊന്നും അറിയില്ല, എനിക്ക് കരയാനല്ല, അതൊന്നും അറിയില്ല. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുക. കരയുമ്പോൾ ഞാൻ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവം തുറന്നു. എന്റെ ആത്മാവിൽ ഞാൻ കാണുവാൻ തുടങ്ങി, ഞാനൊരു പാപിയാണെന്നും എന്റെ ജീവിതം മുഴുവൻ പാപത്താൽ നിറഞ്ഞതാണെന്നും എനിക്ക് കാണുവാൻ ഇടയായി. ഞാൻ പല കാര്യങ്ങൾ തെറ്റുകൾ ചെയ്ത് എന്റെ മുൻപിൽ ഇങ്ങനെ വരച്ചു കാണിക്കുന്ന പോലെ ഞാൻ കാണുകയാ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കരയുമ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു. എന്റെ പ്രിയ മകളെ, പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന യേശുവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി. കർത്താവിന്റെ വെളിച്ചം എന്നെ കാണിച്ചു തന്നു. കർത്താവിന്റെ ജീവിക്കുന്ന വചനം എനിക്ക് തന്നു. കർത്താവിന്റെ പൊന്ന് ശബ്ദം എനിക്ക് കേൾക്കുവാൻ ഇടയായി. അന്ന് ഞാൻ മനസ്സിലാക്കി, ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഒരു ഹിന്ദു വന്ന് എന്നോട് പറഞ്ഞ ഞാൻ പറയും, നീ പോയി നിന്റെ കാര്യം നോക്ക്, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അത് നിങ്ങളുടെ ദൈവം, എന്റെ അല്ലെന്ന് പറയും. പക്ഷെ ഇതാരും പറഞ്ഞില്ല. യേശു തന്നെ എനിക്ക് പ്രത്യക്ഷനായ അവന്റെ ആ പൊന്ന് ശബ്ദം ഞാൻ കേട്ടു. ആ വെളിച്ചം ഞാൻ കണ്ടു. ആ വചനം ഞാൻ വായിച്ചു. എന്റെ ഹൃദയത്തിൽ അത് മനസ്സിലാക്കി തന്നു. എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമെന്ന്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു തീരുമാനമെടുത്തു. കർത്താവായ യേശുവേ, ഇന്നു മുതൽ നീ എന്റെ പിതാവും എന്റെ കർത്താവും എന്റെ രക്ഷകനും. ഞാൻ നിന്റെ മകളുമായിരിക്കും. ഇന്ന് മുതൽ ഞാൻ എന്നേക്ക് നിനക്കായി ജീവിക്കും. എന്റെ ജീവിതത്തിന്റെ അന്ത്യസമയം വരെ നിനക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെ ഞാനൊരു തീരുമാനം എടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിന് മഹത്വം. ഞാൻ അവിടെ നിന്ന് തീരുമാനമെടുത്തത് 1982 ഒക്ടോബർ 20 വെള്ളിയാഴ്ച പകൽ 2:30 മണിക്ക്. അതായിരുന്നു എന്റെ വീണ്ടും ജനന അനുഭവം. ഹല്ലേലൂയ. എനിക്ക് വീണ്ടും ജനനം തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാന് അടുത്തത് എന്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ പ്രതികൂലത്തിലേക്ക് ഞാൻ പിന്നെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാല് സന്തോഷമായ ഒരു ജീവിതം കഴിഞ്ഞു പോന്നു. അച്ഛനോട് പറയാൻ പറ്റത്തില്ല ഞാൻ രക്ഷിക്കപ്പെട്ട ഒന്ന് കാര്യം. കാരണം അച്ഛൻ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായോണ്ട് എന്നെ ഓടിച്ചിട്ട് തല്ലും. എനിക്ക് പേടിയുണ്ട് അപ്പനെ. പക്ഷെ നല്ല സ്നേഹമുള്ള അപ്പനാണ്. ഞാൻ BA വരെ പഠിച്ചെന്നുള്ളതിന്റെ ആ ഒരു സന്തോഷമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ബാക്കി 2 ചേച്ചിമാരും എല്ലാവരും 10ാം ക്ലാസ് കൊണ്ട് നിർത്തിയത്. അപ്പൊ ഞാൻ BA വരെ പഠിച്ച അച്ഛന്റെ വലിയ സന്തോഷമാണ്. ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എനിക്ക് ഇനി അമ്പലത്തിൽ പോകാൻ ഇഷ്ടമില്ല, ഞാൻ പോകത്തില്ലെന്ന് തന്നെ. എന്റെ അമ്മ പറഞ്ഞു, മോനെ, എന്റെ അപ്പനോട് പറയരുത്, നിന്നെ ശരിയാക്കും, മിണ്ടരുതെന്ന് പറഞ്ഞു. അമ്മ എന്തോ പറഞ്ഞാലും എനിക്ക് പറഞ്ഞു കേൾക്കുള്ളൂ, കാരണം ഞാൻ അമ്പലത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്റെ അപ്പൻ എന്നെ എപ്പോഴും ഭജനയ്ക്ക് പോകാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും, എന്തിനൊക്കെ നുണ പറയും, എനിക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനൊക്കെ എന്തെങ്കിലും കാര്യം പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇനി ഇപ്പൊ എന്താ പറയാനാ. അച്ഛാ, ഞാൻ അമ്പലത്തിൽ വരത്തില്ല, ഇനി ഞാൻ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ അമ്പലത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കറിയാം ഒരു പൊട്ടിത്തെറി ആയിരിക്കുമെന്ന്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന പോലെ ഒന്നും സംഭവിച്ചില്ല. നിനക്ക് മര്യാദക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ ജീവിച്ചോണം എന്റെ മകളായിട്ട്, ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. ശരി, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പോയി. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കും, ഇങ്ങോട്ട് വീട്ടിലോട്ട് വലിയ വരവില്ല. അങ്ങനെ ഇരുന്നപ്പം എന്റെ അച്ഛന് മനസ്സിലായി, ഇവളെ എന്തോ പറഞ്ഞാൽ ഇവള് മാറത്തില്ല. എന്റെ അച്ഛൻ ഓർത്ത്, കല്യാണം കഴിച്ചു വിടുവാണെങ്കിൽ ഇവള് അങ്ങനെ അങ്ങ് പൊക്കോളുമല്ലോ, ഒരു ഹിന്ദു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. എന്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ക്രിസ്ത്യൻ ചെറുക്കനെ കല്യാണം കഴിച്ചാൽ മതി, കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എനിക്ക് ഹിന്ദുവിനെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അപ്പന്റെ ഇഷ്ടത്തിന് അപ്പുറം ഒന്നും നടക്കത്തില്ലായിരുന്നു. എനിക്ക് നടക്കാനുള്ള അത്രേ ഉള്ളൂ, നമുക്കൊരു ശക്തിയൊന്നും ഇല്ല അന്നേരം. എന്നെ എന്റെ അപ്പൻ പറഞ്ഞ് കേട്ടു, അനുസരിച്ചു. അച്ഛൻ എനിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് തന്നത് ഒരു ഹിന്ദു പയ്യൻ. എന്റെ പക്ഷെ എല്ലാത്തിലും എനിക്ക് യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാലായിരുന്നു. ഞാൻ തന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം ആകെ 10th വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരൻ, എനിക്ക് ബിസിനസ്സുകാരനെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണൽ ചടങ്ങിന് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യൻ ആയതാ, രക്ഷിക്കപ്പെട്ടയാളാ, എനിക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച, എനിക്ക് പള്ളിയിലും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകണം, എനിക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്നോട് പറഞ്ഞു, ചെല്ലമ്മയ്ക്ക് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷിച്ചു. എന്തായാലും എനിക്ക് അത്രയും കേട്ടാൽ മതിയാണ്, എനിക്ക് പോകാമല്ലോ, അത്രയും ഓർത്തു.
പക്ഷേ അദ്ദേഹം എന്നെക്കാളും 10 വയസ്സിന് മൂത്തതാണ് ആള്. ഞാൻ അന്നേരമൊക്കെ എൻ്റെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, "അദ്ദേഹം ഒത്തിരി പ്രായമുണ്ടല്ലോ." അന്നേരം എൻ്റെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു, "കുഴപ്പമില്ല, അവൻ നല്ലപോലെ വീട് നോക്കുന്ന ചെറുക്കനാ. നമ്മുടെയൊക്കെ പഴയ കാലത്തൊക്കെ അതൊക്കെയാ വലിയ കാര്യം. വീട് നോക്കുന്നതും മോളെ നോക്കുന്നതൊക്കെ കാര്യം." എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ അപ്പൻ വിവാഹം എല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ 2ലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 83 എൻ്റെ പഠിത്തം ഡിഗ്രി 3-ാം വർഷം തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ കല്യാണം കഴിച്ചു. എന്തായാലും എനിക്ക് നല്ലൊരു വിവാഹ ജീവിതം ദൈവം തന്നു. എനിക്ക് എന്റെ ഇഷ്ടമെല്ലാം അറിഞ്ഞ് എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്യുന്ന നല്ലൊരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നത്. എന്റെ യേസ് അദ്ദേഹത്തിന് യേസ്, എന്റെ നോ അദ്ദേഹത്തിന് നോയ. കാരണം വേറെ ഒന്നുമില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ കൂട്ടായ്മയ്ക്കും പോയാൽ മതി. അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു വരവേ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഇദ്ദേഹം രക്ഷിക്കപ്പെടത്തില്ല. ഞാൻ ഫസ്റ്റ് നൈറ്റിലെ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പോണം. ചേട്ടനും വരണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചെല്ലാജി എന്നായിരുന്നു വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ചെല്ലാജിക്ക് എവിടെ വേണേലും പോകാം. പക്ഷെ എന്നെ ഒന്നിനും വിളിക്കരുത്. ഓ ഓ പ്രശ്നമായി. പിന്നെ ഒരു പ്രതികൂലത്തിന് ജയിച്ച് വന്നപ്പം അപ്പന്റെ പ്രതികൂലം കഴിഞ്ഞപ്പോൾ ഓർത്ത് സമാധാനമായല്ലോ. ഇനിയിപ്പം കർത്താവിനെ വിളിച്ച് സ്വസ്ഥമായി ജീവിക്കാം. പിന്നെ ഭർത്താവ് നല്ല സ്നേഹം തന്നതുകൊണ്ട് ആ സ്നേഹത്തിൽ അങ്ങനെ ഞാൻ ജീവിച്ചു പോയി. സന്തോഷത്തോടെ ആയിരുന്നു. ഞാൻ പറയുമായിരുന്നു, എനിക്ക് ദൈവമേ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകാൻ. ചെല്ലമ്മയ്ക്ക് പോയാലും ഒരു കുഴപ്പമില്ല, പൊക്കോളം പറയായിരുന്നു. എവിടെ പോയാലും 6 മണിക്ക് മുമ്പ് കൂട്ടായ്മ കഴിഞ്ഞ് വീട്ടിൽ വരണം, അത്രേ ഉള്ളൂ. അങ്ങനെ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഇങ്ങനെ പോയാല് കർത്താവ് എന്നെ വിളിച്ച് ഇതിനു വേണ്ടി അല്ലല്ലോ, അതെനിക്ക് നടക്കുന്നില്ലല്ലോ. അങ്ങനെയായി ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയൊക്കെ ചേട്ടനും കൂട്ടായ്മയ്ക്കൊക്കെ വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ്, "മോള് പോകുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഞാനും കൂടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ രണ്ടുപേർക്കും വേണ്ടിയല്ലേ നീ പോയി പ്രാർത്ഥിക്കുന്നത്." ഞാൻ പറഞ്ഞു, "അല്ല, രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ചേട്ടൻ രക്ഷിക്കപ്പെട്ടേ ഒക്കുള്ളൂ. അതിനൊന്നും എന്നെ കിട്ടത്തില്ല." വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പിന്നെ പായൊക്കെ വിരിച്ച് പ്രാർത്ഥിക്കാനിരിക്കും. ഞാൻ പാട്ട് പാടും. അദ്ദേഹം കൂടെ ഇരിക്കും. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൂടെ ഇരിക്കും. പക്ഷെ പ്രാർത്ഥിക്കാനൊന്നും ഇരിക്കത്തില്ല. ഒന്നും മനസ്സിലാവത്തില്ല. കണ്ണടച്ച് ഇരിക്കും കൂടെയൊക്കെ. പക്ഷെ എവിടാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കെ 84 ഒരു ഡിസംബർ മാസമൊക്കെ ആയപ്പോൾ ഞാൻ 4 മന്ത്സ് പ്രഗ്നന്റ് ആയി. അപ്പോൾ എനിക്ക് മനസ്സിൽ ഒത്തിരി സന്തോഷമായിരുന്നു. അയ്യോ! ഒരു കുഞ്ഞാകാൻ പോകുന്നുള്ള സന്തോഷം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ 4-മത്തെ മാസമായപ്പോൾ എങ്ങനെയോ എൻ്റെ അത് മിസ്കാരേജ് ആയിപ്പോയി. അപ്പോ ഞാൻ ഓർത്തു, ഒത്തിരി സന്തോഷമായിട്ടിരുന്ന എല്ലാ കാര്യങ്ങളും തകർന്നു പോയല്ലോ എന്നോർത്തു. അടുത്തൊരു വേദനയിൽ കൂടെ പോയി. പക്ഷേ മനസ്സിലൊരു സ്വസ്ഥതയുണ്ടായിരുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, "പിന്നെ നമുക്കിത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇത് മിസ്കാരേജ് ആയി. ഇനിയിപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ ഒക്കുള്ളല്ലോ." പോയി എല്ലാം. അന്ന് ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ ഞാൻ കിടക്കുമ്പോൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാ. അങ്ങനെ കിടക്കുമ്പോള് ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, ഹസ്ബൻഡിനെ ലഭിച്ചു. സന്തോഷമൊക്കെ ആയി. ഞാൻ എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയോ? എൻ്റെ പഴയ പോലെ പാട്ടും കൂട്ടായ്മയും പ്രാർത്ഥനയൊക്കെ പോയോ? കർത്താവേ എന്നിങ്ങനെ മനസ്സിൽ നൊന്തു. അപ്പോള് ഞാൻ ആ തിയേറ്ററിൽ കിടക്കുമ്പോള് ഞാനൊരു പാട്ടിങ്ങനെ കേൾക്കുക. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീതവും അവൻ. ആ പാട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കേട്ട പാട്ടാ. ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താ? എന്നോട് പറയണമേ കർത്താവേ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പൊ എന്റെ അയൽവക്കത്ത് 2-3 അമ്മച്ചിമാർക്ക് മനസ്സിലായി ഞങ്ങൾ അവിടെ പുതിയ താമസക്കാരാ. അതായത് എന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ താമസിച്ച് ആറന്മുളയില്, അതായത് ഇടയാറന്മുള എരുമക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇടയാറന്മുളയില് ആ എരുമക്കാട് എന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചു. എനിക്ക് ചുറ്റുപാടും താമസിച്ച ആളുകളെല്ലാം പാടത്ത് പണിയെടുക്കുന്ന വെറും പാവങ്ങളായ ആളുകളാ. അവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെയും വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു ചെറിയൊരു ബിസിനസ്, ഒരു സ്റ്റേഷനറി, ഒരു പിന്നെ ബേക്കറി കടയുണ്ടായിരുന്നു. ആ കട നടത്താൻ വേണ്ടി പോകും. ഞാൻ കൊച്ചു പിള്ളേരെയൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം BA വരെ പഠിച്ചുകൊണ്ട് ട്യൂഷൻ എടുക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ട്യൂഷൻ എടുക്കുമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഞാൻ ബോറടിക്കണ്ടല്ലോ. അങ്ങനെ പോകുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഞാനും വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരവേ ഈ ഒരു കുഞ്ഞുണ്ടായത് പോവുകയും ചെയ്തു. അവിടെ തുടങ്ങി ഞങ്ങൾക്ക് വിഷമമായി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടുമില്ല, കുഞ്ഞുങ്ങളുമില്ല, ഞാൻ BA വരെ പഠിച്ചിട്ട് ജോലിയില്ല. മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാ എൻ്റെ ഒരു വീടിനടുത്തൊരു ഏലിയാമ്മ എന്നൊരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി എന്നെ വന്ന് പറഞ്ഞു, "എടി മോളെ, ഇവിടെ ഒരു സേവിയാ സംഘത്തിന്റെ കൂട്ടായ്മ ഉണ്ട്, നീ അങ്ങോട്ട് വാ പ്രാർത്ഥിക്കാൻ." അപ്പൊ അവർക്ക് മനസ്സിലായി. എന്നെ ആശുപത്രി കാണാൻ വന്നപ്പോ ഞങ്ങൾ പുതിയ അയൽപക്കമാണ്. അപ്പൊ വന്ന് കണ്ടപ്പോ പറഞ്ഞു, ഞാൻ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമാ. ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ അവരോടൊന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞേച്ചേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഈ അമ്മച്ചി എന്നെ കാണാൻ വന്നപ്പം ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചിയുടെ പേര് അവരുടെ വീട്ടുപേര് തുണ്ടിയിൽ കുടുംബം എന്നാ. അപ്പൊ തുണ്ടിയിൽ കുടുംബത്തിലെ അമ്മച്ചി തുണ്ടിയിൽ അമ്മച്ചി ഞങ്ങൾ വിളിക്കുന്നത്. അമ്മ പറഞ്ഞു, "മോളെ, ഇവിടെ സേവികാ സംഘത്തിന്റെ മീറ്റിംഗ് നീ വാന്ന്." ദൈവത്തിന് സ്തോത്രം. ഞാന് ആ 84
മിസ്കാരേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കുമ്പം ഞാനിങ്ങനെ പ്രേയറിനായിട്ട് പോയി. ആ പ്രേയറിന് ചെന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ പഴയ കൂട്ടായ്മ ജീവിതം പിന്നെ തുടരാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ ദിവസങ്ങളിലായിരിക്കുമ്പോള് ഈ അമ്മച്ചിയുണ്ട് പറഞ്ഞു, "മോളെ, ഇവിടെ ലാഗ സെന്റ് തോമസ് പള്ളിയുണ്ട്. അതായത് നമ്മുടെ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ചർച്ച്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ആ ചർച്ച് ഉണ്ട്. നിനക്കറിയാമോ? അവിടെ ഒരു ചർച്ച് ഉണ്ട്. അവിടെ വെള്ളിയാഴ്ച എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും അവിടെ സേവികാ സംഘമുണ്ട്. പിന്നെ ഞങ്ങള് പോകുന്ന ചർച്ച് ഇവിടെ പിന്നെ മർത്തോമ ചർച്ച്, അതായത് ആറന്മുള സെന്റ് തോമസ് ചർച്ചാണ്. അവിടെയും കൂട്ടായ്മ ഉള്ളത്. ബുധനാഴ്ചയുണ്ട്. നിനക്ക് രണ്ടിടത്തും പോകാൻ ഇഷ്ടമാണ് പോകാൻ. ഞാൻ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം. എന്റെ ഭർത്താവിന്റെ ചോദിച്ചപ്പോൾ പറഞ്ഞു പൊക്കോളം പറഞ്ഞു. ഞാൻ 2 സേവികാ സംഘത്തെ നല്ല ആക്റ്റീവായിട്ട് പോയി. മൺഡേ ടു തിങ്കളാഴ്ച മുതൽ എനിക്ക് ശനിയാഴ്ച വരെ എന്നും എനിക്ക് കൂട്ടായ്മയാണ്. രാവിലെ എന്റെ ഭർത്താവിന് ആഹാരം എല്ലാം ഉണ്ടാക്കി മേശപ്പുറത്തെല്ലാം അടച്ച് ടിഫിനകത്തെല്ലാം അടച്ചു വെച്ചിട്ട് ഞാൻ പ്രേയറിന് പോകും. അദ്ദേഹം 6 മണിക്ക് വരുന്നതിന് മുമ്പ് എനിക്കിങ്ങ് വരണം. അങ്ങനെ പോയി ഞാൻ കൂട്ടായ്മ ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ട് ഞാൻ വളരാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് എനിക്ക് വളരെ സന്തോഷമായി എന്നെ വളരാൻ അനുവദിച്ചു. അതുകൊണ്ട് എനിക്ക് പാടാനും പ്രാർത്ഥിക്കാനും മധ്യസ്ഥ പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിച്ചു ദൈവം. അങ്ങനെ വരുമ്പോൾ 85-ല് എല്ലായിടത്തും വാക്സിനേഷൻ സർവീസ് നടക്കുകയാണ്. ഡിസംബർ 31. ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെ? കർത്താവെ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികളിലേക്കൊന്നും എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവെ, എനിക്കൊരു വഴി കാണിച്ചാ. നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നിന്നെ ഒന്ന് കാണിച്ചതാ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ 85 31 ഡിസംബർ 31 രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡ് കിടക്കയിൽ എൻ്റെ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു ടോർച്ച് എടുത്ത് കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, യേശുപ്പാ, എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്താ? ഒന്ന് പറഞ്ഞു തന്നാട്ടെ. അന്നും ഇന്നും യേശുപ്പായെ വിളിക്കുന്നത് ഭയങ്കര സന്തോഷ. അന്നേരം എനിക്ക് പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടു. പിന്നെ മത്തായി 28 ഇങ്ങനെ കേട്ടു. ഞാൻ വേഗം ടോർച്ച് എടുത്ത് അടിച്ചുകൊണ്ട് ആ ബൈബിൾ, കാരണം അദ്ദേഹം അപ്പുറത്തുനിന്ന് ഉറങ്ങുക, ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നീ ചെന്ന് എൻ്റെ ജനത്തിന് ശിഷ്യന്മാരോട് അറിയിക്കുക. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി, കർത്താവിന്റെ ഉയർപ്പിന്റെ ആ സുവിശേഷം പറയാനാണ് എനിക്ക് വിളി എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ മനസ്സിലാക്കി കർത്താവ് എന്നെ എന്തിനാ കണ്ടതെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് കൂട്ടായ്മയിലും പ്രാർത്ഥനയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടായ്മ ജീവിതം സജീവമായി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. വീടുകളിലൊക്കെ പോയി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും. മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അവരെയൊക്കെ കൂടെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ എന്റെ വീട്ടിൽ നിന്ന് ഫാമിലി പ്രയർ ഞങ്ങൾ ഇരിക്കുമ്പം എന്റെ ഹസ്ബൻഡിന് പാടാനൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ ഈ പാടുന്ന പാട്ടൊക്കെ കേട്ട് എന്റെ കൂടെ പഠിക്കും. എന്നിട്ട് പാട്ട് പാടും. അപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് താമസിച്ച ആളുകളെല്ലാം ഈ പാടത്ത് പണിയെടുക്കുന്നവരാ. അവര് വൈകുന്നേരം വീട്ടിൽ വരുമ്പം അവർക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടമാ. അപ്പൊ ഞങ്ങളുടെ വീട് ഇച്ചിരി ഒരു ചരിവ് പ്രദേശമാ. ഞാൻ അവിടെ ഇരുന്ന് പാട്ട് പാടുമ്പോ എന്റെ ഭർത്താവും കൂടെ ഇരുന്ന് പാടും. അപ്പൊ രണ്ടുപേര് പാടുമ്പം ശബ്ദം ഇച്ചിരി കൂടുതലാ. അപ്പൊ എന്റെ ഭർത്താവ് പാടുന്ന കേട്ട് ഞങ്ങൾ പാടുന്ന കേട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ച ആളുകളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി പാട്ട് കേൾക്കാന്. അപ്പൊ അങ്ങനെ പാട്ട് കേൾക്കാൻ വന്നത് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടൻ എനിക്ക് പാട്ട് പാടാൻ കൂടെ നിൽക്കും. പക്ഷെ വചനം പറയാണ്ട് ഞാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കൊച്ചു കൂട്ടായ്മ ഞങ്ങൾ തുടങ്ങി. അങ്ങനെ കൂട്ടായ്മയൊക്കെ തുടങ്ങി വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബഥാന്യയിലെ ഭവനത്തിൽ യേശു ഉണ്ടെന്നുള്ള വാർത്ത കേട്ടിട്ട് അനേകർ അവിടെ വന്നെന്ന് പറഞ്ഞ പോലെ എൻ്റെ കുടുംബം ഒരു പ്രാർത്ഥന ആലയമായി മാറി കർത്താവിന്റെ കൃപയാൽ. അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ജീവിച്ചു വരവേ എന്റെ മനസ്സ് ഒത്തിരി വിഷമമായി. ഈ പ്രിയപ്പെട്ടവൻ എന്താ രക്ഷിക്കപ്പെടുന്നത് കർത്താവെ? ചോദിച്ചുകൊണ്ടിരിക്കുക കർത്താവിനോട്. എന്നും ചോദിക്കുമ്പോൾ, എന്നാ പള്ളി വരുന്നേ, എന്നാ കൂട്ടായ്മയ്ക്ക് വരുന്നേ? ആ വരാ, നീ ഇപ്പൊ പോകുന്നുണ്ടല്ലോ, അത് മതി, അങ്ങനെ പറയും. ഒരു ദിവസം, അതായത് 7 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഒരനക്കവും ഇല്ല. യേശുവിനെ കുറിച്ച് പറയാനും പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വൈകിട്ട് കൂടെ വന്നിരിക്കും. രാവിലെ എഴുന്നേറ്റ് പോകുമ്പം ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വിടുന്നത്. അതൊക്കെ സന്തോഷാ, അതൊക്കെ ശരിയാ. പക്ഷെ ഇദ്ദേഹം വരത്തില്ല. ഒരു ശീതോഷ്ണമാനായ അവസ്ഥ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എന്തെങ്കിലും ദൈവം ചെയ്തേ പറ്റുമെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു. ഒരു ഞായറാഴ്ച ഞാൻ രാവിലെ പള്ളിയിൽ പോകും. ഇന്ന് ഞായറാഴ്ച ഞാൻ രാവിലെ പള്ളിയിൽ പോകും. എൻ്റെ ഹസ്ബൻഡ് നേരെ കടയിലോട്ട് പോകും. അങ്ങനെയാ. എനിക്ക് സങ്കടം വരും. ഒന്നിച്ചാ പോകുന്നത്. 2 വഴിയില്ല. അദ്ദേഹം കടയിലോട്ടും പോകും, ഞാൻ ചർച്ചിലോട്ടും പോകും. 2 വഴി അങ്ങനെ. ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ, ഇതിനൊരു വ്യത്യാസം തന്നെ. ഒരു ദിവസം രാവിലെ ഉണ്ട് പറഞ്ഞേ, മോളെ, ഇന്ന് നീ ചർച്ചിൽ പോകണ്ട, ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, അയ്യോ എന്റെ കർത്താവേ, ഇന്ന് എന്നെയും പള്ളി വിടുന്നില്ല, ഇദ്ദേഹം ഇവിടെ ഇരിക്കുകയെന്ന്. ഞാൻ വിഷമിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, എന്താണോ കർത്താവേ, ഇനി മനസ്സിൽ എന്താ ഇരിക്കുന്ന അറിയില്ലല്ലോ. എന്തായാലും ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഓർത്ത് എന്തായാലും കർത്താവിന്റെ കൃപയാല് രക്ഷിക്കപ്പെട്ട് വരാൻ എന്തെങ്കിലും ഒരു വഴി ദൈവം ഒരുക്കുമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ഇന്ന് കടയിൽ പോകാത്തെ? ഓ, പോകുന്നില്ല, ഇന്ന് ഞാൻ വീട്ടിൽ ഇരിക്കുക. നീ ചർച്ചിൽ പോകണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത്, കർത്താവെ, സബ്മിസീവ് ആയിരിക്കണമല്ലോ ഭാര്യ. ഞാൻ പറഞ്ഞു, ഓക്കെ, പോകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ 9 മണി ആയപ്പോഴത്തേക്കും പതുക്കെ ചർച്ചിൽ പോകാനുള്ള വട്ടക്കൂട്ടല്. അദ്ദേഹം എന്നെ കടയിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. ഞാൻ ചോദിച്ചു, എവിടെ പോകാനാ ഇപ്പൊ ഒരുങ്ങുന്നത്? എനിക്കങ്ങ് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു,
ഇവിടെ ഇരുന്ന് ഇച്ചിരി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം എന്റെ മനസ്സിൽ വന്നതാ. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. എന്റെ കൂടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, "യേശു കർത്താവ് വരാറായി എന്നറിയാമോ? ഇതുവരെ ചേട്ടൻ രക്ഷിക്കപ്പെട്ടില്ല. കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകത്തില്ല." ദാ എന്നോട് തമാശ പറഞ്ഞു. "നീ സ്വർഗ്ഗത്തോട്ട് പോകുമ്പോൾ ഞാൻ നിന്റെ കാലിൽ പിടിച്ച് കിടന്നോളാം." ഞാൻ പറഞ്ഞു, "ഞാൻ കാല് കുടഞ്ഞ് കളയും. കാരണം കർത്താവിനെ അറിയാതെ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്" പറഞ്ഞു. ചിരിച്ചൊക്കെ തമാശ പറഞ്ഞ് എഴുന്നേറ്റ് കടയിൽ പോകാൻ ഒരുങ്ങുന്നു. ഞാൻ പെട്ടെന്ന് എങ്ങനെയോ എന്റെ മനസ്സിൽ ഭയങ്കര ഒരു അടക്കാത്ത വേദന വന്നു. ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "എന്റെ കർത്താവേ, ഞാൻ ബിഎ വരെ പഠിച്ചു. എനിക്ക് കർത്താവേ ജോലിയൊന്നും ആയിട്ടില്ല. എനിക്ക് മക്കളെ കർത്താവെ കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞു. എനിക്ക് കുഞ്ഞുങ്ങളെ കാണാൻ തന്നിട്ടില്ല ഇതുവരെയും. ഇപ്പോഴെന്റെ ഭർത്താവ് രക്ഷയിലേക്ക് വരുന്നുമില്ല. എനിക്ക് ഈ ജീവിതം മടുത്ത് കർത്താവേ. എന്നെ നീ അങ്ങ് വിളിച്ചോ. എനിക്ക് ജീവിക്കണ്ടേ ഇനിയെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു അവിടെ ഇരുന്ന്. ഞാൻ കരയുന്നത് കാണുന്നത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാണ്. ഞാൻ കരഞ്ഞപ്പം എന്റെ കൂടെ ഇരുന്ന പാവം കരയാൻ തുടങ്ങി. എന്നിട്ട് ഇച്ചിരി ഒരു 2, 3 സെക്കൻഡിനുള്ളിൽ പറഞ്ഞു, "മോളെ നീ കരയണ്ട. ഞാൻ നിന്റെ കൂടെ ചർച്ചിൽ വരാം." പ്രൈസ് ദ ലോർഡ്. ഞാന് കയ്യൊക്കെ അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, "സത്യമായിട്ടും പറ, എന്റെ കൂടെ ചർച്ചിൽ വരുവോ?" എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, "ഞാൻ വരാം. നിന്റെ കൂടെ വരാം." അന്ന് പറഞ്ഞൊരു വേർഡാണ്, "ചെല്ലമ്മയുടെ ദൈവം എന്റെ ദൈവം." ഹല്ലേലൂയ. സന്തോഷത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയാല് അങ്ങനെ ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ ഞങ്ങൾ കുടുംബജീവിതത്തില് ഒരു വലിയ സന്തോഷം ദൈവം തന്ന് എന്റെ ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ടു. അന്ന് വൈകിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, "ആ കൂട്ടായ്മയ്ക്ക് പോകാൻ വേണ്ടി സന്ധ്യയ്ക്ക് ഞാൻ നിന്റെ കൂടെ വരുവാ കൂട്ടായ്മയ്ക്കെന്ന്." എനിക്ക് സന്തോഷം കൂടുതലായി. എന്റെ പ്രായമുള്ള അമ്മച്ചിമാർക്കെല്ലാം ഞാൻ കൊച്ചു സഹോദരിയാ. അമ്മച്ചിമാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അയ്യോ! ഇത് ചെല്ലമ്മയ്ക്ക് വലിയ സന്തോഷം. എന്റെ ഹസ്ബൻഡിന്റെ പേര് പരമേശ്വരൻ എന്നായിരുന്നു. അപ്പൊ പറഞ്ഞു, "പരമേശ്വരൻ ഇന്ന് ചർച്ച വരും." അവള് ഭയങ്കര സന്തോഷത്തിലാ. ഞങ്ങളെ കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷം. അപ്പൊ കൂട്ടായ്മയിൽ അന്ന് സാക്ഷ്യമുള്ള ദിവസമാ. സാക്ഷ്യയോഗമാ. എല്ലാരും സാക്ഷ്യം പറയാ. ഞാൻ നോക്കിയപ്പോ എന്റെ ദൈവമേ, ആണുങ്ങളുടെ സൈഡിന്ന് കുറച്ച് നല്ല അങ്കിൾമാരുണ്ട്. എന്റെ ചേട്ടനെ നല്ലൊരു പ്ലേസിൽ കൊണ്ട് ഇരുത്തി. എല്ലാവരും കൂടെ ഇരുത്തി. ഓ, പരമേശ്വരൻ വന്നല്ലോ നല്ല സന്തോഷം. ഇദ്ദേഹം ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് സാക്ഷ്യത്തിന് സമയമായപ്പം എഴുന്നേറ്റ് പറയുന്നത് ഇങ്ങനെയാ, "എനിക്ക് ഒന്നും അറിയത്തില്ല. ആദ്യമായിട്ട് ഞാൻ കൂട്ടായ്മയിൽ വരുന്നത്. എന്തായാലും യേശുവിന് സ്തോത്രം പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്." ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എന്റെ ഭർത്താവ് അന്ന് ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഓർത്ത് ലോകത്തിലേക്ക് ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീ ഞാനാണെന്ന്. മക്കളില്ലേലും വിഷമമില്ല. എനിക്ക് ആരും ഒന്നും തന്നില്ലേലും വിഷമമില്ല. എനിക്ക് എന്റെ കർത്താവിന്റെ കൃപ എന്റെ ഭർത്താവിനെ നേടാൻ ദൈവം കൃപ ചെയ്തു. പിന്നെ അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു. എന്റെ ഹസ്ബൻഡ് എവിടെ പോയാലും പിന്നെ കടയിൽ പോകത്തില്ല. പിന്നെ എന്റെ കൂടെ എവിടെ കൂട്ടായ്മ ഉണ്ടെങ്കിലും വരും. ഞങ്ങൾ രണ്ടും കൂട്ടായ്മ ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങ് പോകുമ്പോൾ അങ്ങനെ ഇരിക്കെ എന്റെ ഹസ്ബൻഡ് 2 മദ്യപാനികളായ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പോയി. എന്റെ 2, 3 അച്ചാച്ചന്മാരൊക്കെ ഉണ്ട് ചർച്ചില്. അവരുടെ കൂടെ പോയതാ. ചേട്ടൻ അവിടെ ചെന്ന് സാക്ഷിയൊക്കെ പറഞ്ഞു. എന്റെ ചേട്ടൻ പറഞ്ഞാല്, "എന്റെ ചെല്ലമ്മയിൽ കൂടി ഞാൻ യേശുവിനെ കാണാനിടയായെന്ന്." എന്റെ ജീവിതത്തിലേക്കും വലിയ ഭാഗ്യം അതായിരുന്നു. ഒന്നും വേണ്ട. നമുക്ക് അതാ ഏറ്റവും വലിയ സാക്ഷ്യം. നമ്മളിൽ കൂടി മറ്റാൾ അത് ഏറ്റവും പ്രിയപ്പെട്ടവര് കർത്താവിനെ അറിയുന്നത് പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എന്റെ ഭർത്താവ് അങ്ങനെ സന്തോഷിച്ച് 2 മദ്യപാനികളെ കർത്താവിനോട് നേടുവാനായിട്ട് എന്റെ ഭർത്താവിന്റെ കുറഞ്ഞ ഒരു വർഷമേ ഉള്ളൂ. 90 ഡിസംബർ 30-ആം തീയതി എന്റെ ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ടത്. പക്ഷേ പിന്നെ എത്ര ദിവസം ഒരു 91ലേക്ക് പോയി. 91 ഒരു ഒക്ടോബർ വരെ എന്റെ ഹസ്ബൻഡ് നല്ല മിടുക്കനായിട്ട് ഓടി നടന്ന് കർത്താവിന് വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് ഒരു നെഞ്ചിന് വേദനയൊക്കെ വന്നു. നെഞ്ചിന് വേദന വന്നപ്പോള് ഞങ്ങള് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ആ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും ഒരു 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 വിടുതലും കിട്ടിയില്ല. എന്നും എന്നും പല ഹോസ്പിറ്റലിൽ പോവുക, മരുന്ന് വാങ്ങിക്കുക അങ്ങനെ പോയി ഒടുവില് ഡിസംബർ ഏകദേശം ഒരു ഡിസംബർ മാസമൊക്കെ ആയിരുന്നു ഒടുവിൽ. അതായത് 91 ഡിസംബർ മാസം ഒടുവിലൊക്കെ ആയപ്പോഴത്തേക്കും എന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞങ്ങള് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ പോയി. അവിടെ ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് എന്റെ ഹസ്ബൻഡിന് ലങ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു, ക്രോണിക് ക്യാൻസർ ആണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോ ഹോപ്പ്. ഡോക്ടറുടെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ ഞാൻ വിഷമിച്ചു പോയി. പക്ഷേ എന്റെ പ്രിയപ്പെട്ടന്റെ റിസൾട്ട് എന്റെ കയ്യിൽ കിട്ടി. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മരുന്ന് വാങ്ങിക്കാൻ പോകും. അദ്ദേഹത്തിന് വേണ്ട ചികിത്സയൊക്കെ ചെയ്യും. അങ്ങനെയായിരുന്നു. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു വയ്യാഴി എന്ന് പറഞ്ഞപ്പോൾ എന്റെ വീട്ടുകാർക്കെല്ലാം ഒത്തിരി വിഷമമായി. കാരണം എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുന്നതാ. ഞാന് ഇത്രയും നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് എല്ലാവരും സന്തോഷിച്ചിരുന്നതാ. അങ്ങനെ ഇരിക്കെ എന്റെ കൂട്ടായ്മക്കാരെല്ലാം വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പണപരമായി സഹായിക്കാൻ തുടങ്ങി എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ശ്രീചിത്രയിൽ പോയി. അവിടെ ചെന്ന് 92 ജനുവരി 15-നാണ് അറിയുന്നത് എന്റെ ഹസ്ബൻഡ് ക്രോണിക് ക്യാൻസർ ആണ്. ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, "അപ്പാ, ഇത്രയും വലിയൊരു അസുഖം എനിക്ക് എന്തിനാ തന്നത് കർത്താവേ? എന്റെ അപ്പായ്ക്ക് വിടുവിക്കാൻ കഴിയുമല്ലോ." ഞാൻ കണ്ണുനീരോടെ ദൈവത്തോട് പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നത്, "നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ജീവന്റെ ബലമല്ലോ."
ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. അതാ ദൈവം തന്നത്. നെഹമ്യാവ് 8:10 പറയുന്ന ആ വചനം നൽകി ദൈവം അനുഗ്രഹിച്ചു, ബലപ്പെടുത്തി. പക്ഷേ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു, കർത്താവെ, വിടുതൽ തരാൻ നിനക്ക് കഴിയും. പക്ഷെ എനിക്ക് കംപ്ലീറ്റ്, എനിക്ക് ഉറപ്പായിരുന്നു എന്റെ ദൈവം വിടുതൽ തരുമെന്ന്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം നമുക്കറിയില്ലല്ലോ. 92 ജനുവരി 15-ാം തീയതി ഡോക്ടേഴ്സ് പറഞ്ഞു 10 റേഡിയേഷൻ എടുക്കണം. അതിൽ 5 റേഡിയേഷൻ എടുത്തപ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡ് ഒത്തിരി വീക്കായി. 92 ജനുവരി 30 വൈകുന്നേരം ഒരു വ്യാഴാഴ്ച 8 മണിയായപ്പം എന്റെ ഹസ്ബൻഡ് ഈ ലോകത്തോട് യാത്ര പറയുന്നു. ആ സമയത്ത് എന്റെ കൂടെ വേറെ ആരുമില്ല. എന്റെ പേരൻസ് ഒക്കെ വന്ന് കണ്ടിട്ട് പോയി. എന്റെ ഹസ്ബൻഡിന് സുഖമില്ല, വന്ന് കണ്ടിട്ട് വേണ്ടെന്ന്. ഞങ്ങള് താമസിക്കുന്നത് അന്ന് ആറന്മുളയില, ഒത്തിരി വളരെ ദൂരമാണ് നമ്മൾ ട്രിവാൻഡ്രം വരെ പോകുന്നത്. എല്ലാരും വന്ന് കണ്ടു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് അദ്ദേഹം മരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പിന്നെ ഒരു എന്താ, എനിക്ക് ആരും എന്റെ കൂടെ ഇല്ല. ഈ ഹസ്ബൻഡ് മരിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന് ഒരു പ്രയാസം വന്നപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എന്തോ എന്റെ ഹസ്ബൻഡ് വയ്യാഴിയാണ്. ഉടനെ ഞങ്ങൾ താമസിച്ച ലോഡ്ജിൽ നിന്ന് ഹോസ്പിറ്റലിൽ വന്നു. റേഡിയേഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലല്ലായിരുന്നു, ഞങ്ങൾ വീട്ടിൽ താമസിച്ച ഒരു കാരുണ്യ ഗൈഡൻസ് സെന്ററിന്റെ ഒരു ലോഡ്ജിൽ ഞങ്ങൾ താമസിക്കുക. അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ മരുന്നൊക്കെ ചെയ്യുക. അപ്പൊ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഡോക്ടർ അനക്കമൊന്നും ഇല്ലല്ലോ? അപ്പൊ പറഞ്ഞു, അത് മരുന്ന് കൊടുത്തതിൻ്റെയാണെന്ന്. എനിക്ക് അറിയത്തില്ല എന്തോ പറ്റിയെന്ന്. ഡോക്ടർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ചെന്ന് ഇങ്ങനെ പൾസ് പിടിച്ച് നോക്കിയപ്പം ഒട്ടും അനക്കമില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ഡോക്ടറെ അടുത്ത് ഓടിച്ചെന്ന് ചോദിച്ചു, ഡോക്ടർ എന്നോട് പറ, എന്റെ ഹസ്ബൻഡ് എന്ത് പറ്റുമെന്ന് പറ. ഞാൻ 6 ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ട് നടന്നതാ. എനിക്കറിയാം എന്ത് വന്നാലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എനിക്ക് ഒരു പ്രയാസമില്ല, പറയുന്നു പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഹീസ് നോ മോർ. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഒരു കൊടുങ്കാറ്റ് പോലെ ഞാൻ പാഞ്ഞു ചെന്ന് എന്റെ ഭർത്താവിന്റെ ഡെഡ് ബോഡി പുറത്ത് വീണ് കിടന്ന് ഞാൻ അവിടെ കിടന്ന് കരയുക. അപ്പോഴങ്ങനെ കരയുമ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ആരും നോക്കാനില്ല അവിടെ. പക്ഷേ ഞാൻ ആ ഹസ്ബൻഡിന്റെ ഡെഡ് ബോഡി പുറത്ത് വീണെടുക്കുമ്പോൾ 2 കരങ്ങൾ എന്റെ ഷോൾഡറിൽ എന്നെ പിടിച്ച് എന്നെ അവിടെ നിന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് എന്റെ നാവിൽ ഒരു വചനം തന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ എങ്ങനെയാ അത് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കരയുവേശു, അപ്പാ, എനിക്ക് ആരുമില്ല, എനിക്ക് ആരും കൂട്ടില്ല ഇവിടെ. അപ്പോൾ ഞാൻ അടുത്തൊരു ശബ്ദം കേൾക്കുക, എന്റെ പ്രിയ മകളെ, നിന്റെ ബാക്കിയുള്ള ജീവിതം എന്റെ വേലയ്ക്കായി നിന്നെ തന്നെ ഏൽപ്പിച്ചു തരിക. ദാറ്റ് ഇസ് വൈ ഐ ആം ഹിയർ നൗ. ഞാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്തായാലും കർത്താവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ, ഞാൻ എന്നെ തന്നെ അതിനെ തരുന്നു എന്ന്. പിന്നീട് എന്റെ ഹസ്ബൻഡിന്റെ ഡെഡ് ബോഡി അവിടെ തനിയെ കിടക്കുന്നു. എന്റെ ഹസ്ബൻഡ് അനിയൻ, അദ്ദേഹം ഒരു സെയിൽ ടാക്സ് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുക. അദ്ദേഹം ട്രിവാൻഡ്രത്തുണ്ട്. അവിടുന്ന് അവർ വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എംപ്ലോയ്മെന്റ് ഡയറക്ടറാണ്. സിസ്റ്ററും വന്നു. 2 പേര് വന്ന് അവർ വരുന്നവരെ എനിക്ക് എല്ലാത്തിനും ദൈവം കരുതലായിട്ട്. ഒരു ഡോക്ടർ ഉണ്ട് വന്ന് പറഞ്ഞു, അമ്മ, എന്റെ പ്രിയപ്പെട്ടവനെ മോർച്ചറി വെക്കരുതേ എന്ന് പറഞ്ഞു. അവർ ഡെഡ് ബോഡി അവിടെ ആക്കിയിട്ട് ഒരു സ്ക്രീൻ വെച്ച് മറച്ചിട്ട് ഒരു വാച്ച്മാനെ എനിക്ക് കൂട്ടിന് തന്നിട്ട് അവർ പോയി. എന്റെ ഹസ്ബൻഡിന്റെ അനിയനൊക്കെ 10 മണി കഴിഞ്ഞാ വന്നത്. 8 മണിക്ക് മരിച്ച ആ ബോഡിക്ക് അരികില് കരയാതെ ഇരിക്കാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. എന്റെ ദൈവം നല്ല ദൈവം, ഉറപ്പും ബലവും നൽകിയ ദൈവം. അത് കഴിഞ്ഞ് ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു അടക്കമൊക്കെ ചെയ്യുമ്പോൾ എന്റെ പള്ളിയിലെ ഞങ്ങള് അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. എന്റെ ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങള് മർത്തോമ ചർച്ചില്, പിന്നെ ലാഗ സെന്റ് തോമസ് മർത്തോമ ചർച്ചില് അന്ന് അവിടെ തളിക്കൽ സ്നാനം നമുക്ക് തന്നത്. സാത്താനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞ് തളിക്കൽ സ്നാനം ഞങ്ങൾ സ്വീകരിച്ചു. പള്ളിയിൽ ഞങ്ങൾ അവിടെ ആ ചർച്ചിൽ അംഗങ്ങളായി. അവിടെയായിരുന്നു, അവിടെ പി ജോർജ് അച്ഛനായിരുന്നു അന്ന് കർത്താവിന്റെ വേലയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ വന്ന് വേണ്ട കാര്യമെല്ലാം ചെയ്തു. എന്റെ ദൈവത്തിന്റെ കൃപയാൽ എന്റെ ഹസ്ബൻഡിന്റെ ഡെഡ് ബോഡി നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ സംസ്കരിച്ചു. ഒരു പൈസ ഞങ്ങൾ അറിഞ്ഞില്ല, ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല, എല്ലാം ദൈവം ചെയ്യുന്നു. ലാഗ സെന്റ് തോമസ് മർത്തോമ ചർച്ചിലെ ആളുകളെ ഓർത്ത് ഇന്നും ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം അവരെല്ലാം എന്നെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് ഞങ്ങളെ വളർത്തി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചത്, ക്രിസ്തീയ സ്നേഹം മനസ്സിലാക്കിയതും എന്റെ മർത്തോമയിലെ കൂട്ടായ്മയിലായിരുന്നു. വളരെ സന്തോഷമായിട്ട് എന്നെ കൊണ്ടു നടന്നവർ വളർത്തി. എവിടെ പാടാൻ അവസരമുണ്ടെങ്കിലും അച്ഛൻ പറയും, മോളെ നീ പാടുന്ന പറയും. എവിടെ ഒരു വചനം പറയാൻ സൗകര്യം കിട്ടും പറയും, നിനക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി. അങ്ങനെ അവരൊക്കെ വളർത്തി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഡെഡ് ബോഡി എടുക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ, നിനക്ക് അവനെക്കുറിച്ച് എല്ലാം പറയണോ? ഞാൻ പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു.
ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടതും ഞങ്ങൾക്ക് ദൈവം തന്ന കൃപകളും എല്ലാം ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അവിടെ ഒന്നൊരു സാക്ഷ്യം പറഞ്ഞു. ഞാനൊരു പാട്ട് പാടി. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രാമ ദേശത്തു പോകുന്നു ഞാൻ. ഈ പാട്ട് പാടി പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് അദ്ദേഹത്തെ യാത്രയാക്കി. അന്ന് രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ കിടന്നുകൊണ്ട് കരയുക. എൻ്റെ വീട്ടില് എൻ്റെ അപ്പൻ പൂജാരി അല്ല, എൻ്റെ അമ്പലത്തിലെ പൂജ ചെയ്യുന്ന ആ വ്യക്തി എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ വീട്ടുകാർ എല്ലാവരും അന്ന് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ ഞാൻ വൈകിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പാട്ട് പാടി. രാജാതിരാജൻ മഹിമയോടെ എന്നുള്ള ആ പാട്ട് എൻ്റെ പ്രിയപ്പെട്ടവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ആ പാട്ട് പാടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് വൈകിട്ട് കിടന്നു. എൻ്റെ വീട്ടിൽ തലേദിവസത്തെ ക്ഷീണം കൊണ്ട് എല്ലാവരും ഉറങ്ങി. എനിക്ക് മാത്രം ഉറങ്ങാൻ വയ്യ. ഞാനിങ്ങനെ കിടന്നുകൊണ്ട് പോലെ, കർത്താവേ ഇനി ഞാൻ എന്നും തന്നെയാ കിടക്കേണ്ടത്, ദൈവമേ എനിക്ക് ഉറക്കം താന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 2 കണ്ണുകൾ തിരുമ്മി അടയ്ക്കുന്നത് പോലെ എൻ്റെ കർത്താവ് എനിക്ക് നല്ല ഉറക്കം തന്നു. 4:45 ഞങ്ങൾ ഇന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കും. ആ ഒരു സമയം ഞങ്ങൾ ഈ റേഡിയോ സന്ദേശം, ജീവ സന്ദേശം വെക്കും. അത് വെച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി. അന്ന് എൻ്റെ ഭർത്താവ് എന്നും ചെയ്യുന്നത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് ഒത്തിരി വേദനയായപ്പോൾ ഇനിയിപ്പം നമുക്കൊന്നും പറയാനില്ല, ഇനി എന്ത് ചെയ്യും, ഇനി ആരുമില്ല കേൾക്കാൻ. അങ്ങനെയൊക്കെ വേദനിച്ചെങ്കിലും ദൈവം കൈവിട്ടില്ല. കർത്താവ് കൂടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എപ്പോഴും വാതോരാതെ ദൈവത്തെ കുറിച്ച് പറയാൻ ഇഷ്ടം. ഒരിക്കലും കൈവിടാത്ത ദൈവം, എന്ത് പ്രയാസം വന്നാലും നമ്മളെ കൈവിടാത്തൊരു ദൈവം. ആ ദൈവം വലിയവൻ. ആമേൻ, ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ അനുഗ്രഹത്തോടെ നടത്തി. അത് കഴിഞ്ഞ് എല്ലാം നഷ്ടമായും തോന്നിയ സ്ഥാനത്ത് ദൈവം എനിക്കൊരു പുതിയ വഴിയിലേക്ക് എന്നെ നടത്താൻ വേണ്ടി എന്റെ ദൈവം തന്ന വഴി വലിയ അത്ഭുതമായിരുന്നു. അത് എനിക്കെല്ലാം നഷ്ടമായെന്ന് എനിക്കാ തോന്നിയത്. പക്ഷെ കർത്താവിന് അറിയാം അടുത്ത സ്റ്റെപ്പിലേക്ക് ഇവളെ കൊണ്ടുപോവുകയാണെന്ന്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ദൈവത്തിന്റെ കൃപ. എൻ്റെ ഹസ്ബൻഡ് മരിച്ച വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ശവം അടക്കി. ശനിയാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിരാശജനകമായ ദിവസം. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ പിടിച്ചോട് എന്ന് കരയുക. എൻ്റെ അമ്മ പറഞ്ഞു, മോനെ നീ ഇനി കരഞ്ഞാൽ എന്താ പ്രയോജനം, അവൻ പോയില്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് നിരാശപ്പെട്ടു പോകുമല്ലോ. പിന്നെ ഞാൻ കരഞ്ഞില്ല. സൺഡേയിൽ എല്ലാവരും ഓർത്ത് ഞാൻ വീട്ടിൽ കുത്തിയിരിക്കത്തേ ഉള്ളൂ. ഞാൻ സൺഡേ രാവിലെ എഴുന്നേറ്റു, കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ചേട്ടൻ എന്നും പ്രാർത്ഥിക്കും. ചെല്ല നീ പ്രാർത്ഥിക്കുക, നമുക്ക് ചർച്ചിൽ പോകാം. അദ്ദേഹം എവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുള്ളി ഇറങ്ങത്തുള്ളൂ. ഞാൻ വന്നാൽ പ്രാർത്ഥിക്കാന്ന് പറയും. അന്ന് ചർച്ചിൽ പോകാൻ ഇറങ്ങി നിന്നപ്പം എനിക്ക് സങ്കടം വന്നു. കർത്താവേ, എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഞാൻ തനിയേ ഉള്ളൂ. ഞാൻ ആ ബൈബിൾ എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞു, യേശുപ്പാ എനിക്കൊരു വചനം എന്താ, എന്നെ ഒന്ന് ബലപ്പെടുത്തപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ കർത്താവ് പറഞ്ഞു യെശയ്യാ 35 വായിക്കാണ്. ഞാൻ യെശയ്യാ 35 വായിക്കുമ്പോൾ ലാസ്റ്റ് വചനം, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അതേ അവർ സന്തോഷവും ആനന്ദവും പ്രാപിക്കും. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായ സ്തോത്രം. ഞാൻ ആ ബൈബിള് മാറോട് ചേർത്ത് വെച്ച് അതൊരു ചുംബനം ചെയ്തിട്ട് ഞാൻ ഇറങ്ങി തന്നെ പോയി ചർച്ചിലേക്ക്. ഞാൻ ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം എന്റെ ദൈവം ചെയ്ത്. എന്റെ വീട്ടിലെ ഏറ്റവും വലിയ, വീടിനടുത്ത് താമസിച്ച ഏറ്റവും വലിയ പണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. ഒരു കുറങ്ങാട്ടിൽ ഫാമിലി എന്ന് പറയാം അവരെ. അവിടുത്തെ അപ്പച്ചന്റെ പേര് പോലും ഇപ്പൊ ഞാൻ ജോർജ് ഫാമിലി അങ്ങനെ പേര് പോലും ഇങ്ങനെ മറന്നുപോയി ഇപ്പൊ ഞാൻ. ആ അപ്പച്ചനാണെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും, അവർക്ക് കാറുണ്ട്. അവർ വെളിയിൽ ഇങ്ങനെ നിൽക്കുക റോഡിന്റെ അവരുടെ ഗേറ്റിന്റെ വാതുക്കല്. ഞാൻ ഇങ്ങനെ വഴിയിൽ ഇറങ്ങി വരുക. ഞാൻ പറഞ്ഞു, മോളെ ചെല്ലമേ വണ്ടിയൊക്കെ ഇറന്ന് പറഞ്ഞേ. ഞാൻ ഇങ്ങനെ നോക്കാം, ഞാൻ ഒരിക്കൽ പോലും അവരുടെ വണ്ടി കയറിയിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും അവരുടെ വീട്ടിൽ കൂട്ടായ്മയ്ക്ക് പോയതല്ല, അതൊന്നും ഞാൻ എനിക്ക് ഒരു പരിചയവും ഇല്ല. അവരൊക്കെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളൊന്നും ഒരിക്കലും മിണ്ടിയിട്ട് പോലും ഇല്ലാത്തവരാ. പക്ഷേ എനിക്കങ്ങ് സങ്കടം വന്നു. ദൈവമേ, ഞാൻ എന്തായാലും അവർ വിളിച്ചു, ഞാൻ കയറിയിരുന്നു. ഞങ്ങൾക്കറിയാം നീ ചർച്ചിൽ പോകാൻ വരുന്നത്, കയറ്, ഞാൻ ചർച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവർ ചർച്ചിൽ കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവിടെ ആരംഭിച്ചു എനിക്ക് വേണ്ടി പ്രൊവിഷൻ ദൈവം ചെയ്യാൻ തുടങ്ങി. കർത്താവില്ലെങ്കിലും എന്നെ കരുതുന്ന ദൈവം അവിടെ തുടങ്ങി എന്റെ കരുതൽ. എന്റെ അപ്പ എനിക്ക് വേണ്ടി കരുതാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞ ദൈവം കൈവിട്ടില്ല എന്ന്. അത് കഴിഞ്ഞു ഞാൻ തിരിച്ച് വഴിയിൽ കൂടെ തനിഞ്ഞ് നടന്നു വരുമ്പോൾ എൻ്റെ ഒരു നല്ലൊരു ആന്റി ഉണ്ട്, ചിന്നമ്മ ആന്റി ഉണ്ട്. എൻ്റെ സേവിക സംഘത്തിൽ എന്നെ ഒത്തിരി വളർത്തിയൊരു ആന്റിയാ. ആന്റി എൻ്റെ കൂടെ ഉണ്ട്. മോളെ, ഇനിയിപ്പൊ നിനക്ക് എല്ലാം ഒക്കെ നഷ്ടമായെന്നൊക്കെ നീ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, നിനക്ക് നല്ലൊരു ജീവിതം ഇനിയും ദൈവം തരും. ഞാൻ പറഞ്ഞില്ല ആന്റി, എൻ്റെ ജീവിതം എല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊരു ജീവിതമേ ഉള്ളൂ. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. കർത്താവിന് വേണ്ടി വേല ചെയ്ത് കർത്താവിനെ ജീവിക്കും. എൻ്റെ ഭർത്താവിന്റെ സന്തോഷം അതാ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ദൈവത്തിൽ തീരുമാനമെടുത്തു, ഇനിയൊരു വിവാഹം കഴിക്കത്തില്ല, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. അങ്ങനെ ദൈവം എനിക്ക് പുതിയ വഴികളിലേക്ക് പിന്നെയും എന്നെ നടത്താൻ തുടങ്ങി. അന്ന് ഞാൻ ആദ്യം എൻ്റെ ചേട്ടൻ ഞാൻ ഒന്നിച്ച് കൂട്ടായ്മയ്ക്ക് പോകുന്ന ഒരു കൂട്ടായ്മ, ചൊവ്വാഴ്ച കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ അന്ന് ഞാൻ പോകുമ്പോൾ 7 ദിവസമായി. ഭർത്താവ് മരിച്ചതിന്റെ 7-ാം ദിവസം.
ഞാൻ അവിടെ പോയിരുന്നു 5-ാം ദിവസം ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കുക. കൂട്ടായ്മയിലേക്ക് വന്നിട്ട് ചെല്ലുമ്പോ തന്നെ വന്ന് അവളുടെ ഭർത്താവ് ഇരിക്കുന്ന പ്ലേസ് ഒഴിഞ്ഞു കിടക്കും. ഒരു കൊച്ചു സ്കൂളാ. അത് LP സ്കൂളാ. അവിടുത്തെ ബെഞ്ചിലാ ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. പഴയ കൂട്ടായ്മകളൊക്കെ അങ്ങനെയാണല്ലോ. അവിടെ ഇരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാവരും. പക്ഷെ ചെല്ലമ്മ എന്നും പാട്ട് തുടങ്ങുന്ന അവളാ. അവള് പാടുന്നില്ല. അവള് നോക്കിയിരിക്കുക. ഭർത്താവ് ഇരുന്ന കസേരയിലോട്ട് നോക്കിയിട്ട് ആ ബെഞ്ചിലോട്ട് നോക്കിയിട്ട് ഇവിടെ ആരുമില്ല. അന്നത്തെ ദിവസം ആ ബെഞ്ചിൽ ആരും ഇരുന്നില്ല. എല്ലാരും നോക്കി എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് ആ നോട്ടം എനിക്ക് ഇപ്പോഴും വിഷമമാ. എല്ലാവരും ദയനീയമായിട്ട് നോക്കുന്നത് കാണുമ്പോൾ അയ്യോ ഇവളിങ്ങനെ ആയല്ലോ എന്ന് എല്ലാവരും ഓർക്കുന്നത്. എനിക്ക് സങ്കടം വന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഇരിക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പാട്ട് പാടാൻ പറ്റുന്നില്ല എനിക്ക്. എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടായ്മയില് എല്ലാവരും നന്നായിട്ട് ആരാധിക്കുന്നവരായിരുന്നു. മർത്തോമയിലെ കൂട്ടായ്മയാണ്. നല്ല ആത്മീയ ശക്തിയിൽ വളർന്ന കൂട്ടായ്മയാ. അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പള്ളിയിലെ അച്ഛൻ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ചെല്ലമ്മ മധ്യസ്ഥ പ്രാർത്ഥന ഇന്ന് ലീഡ് ചെയ്യും. ഞാനിങ്ങനെ ഒന്ന് നോക്കി അച്ഛനെ ദയനീയമായിട്ട്. കാരണം ഞങ്ങളുടെ കൂട്ടായ്മ എങ്ങനെയാണ്, ഒരാഴ്ച പുരുഷന്മാർ ഇത്, പിറ്റേ ആഴ്ച സ്ത്രീകളാ ചെയ്യുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. മോളെ എഴുന്നേറ്റ് വാന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ചെന്നു. ഞാൻ പറഞ്ഞു, യേശുപ്പച്ച നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആ സ്റ്റേജിൽ പോയി അവിടെ പോയി നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ ദൈവം തന്നു. ഉന്നതനാം യേശുവിങ്കൽ ആശ്രയം വച്ചിടുകിൽ ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടും അവൻ നിനക്കാ. ആ പാട്ട് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അരമണിക്കൂർ ഞാൻ എങ്ങനെയാ ഞാൻ ആ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. അനുഗ്രഹത്തോടെ ഞാൻ ഒരു ജേതാവിനെ പോലെ വന്ന് എൻ്റെ പ്ലേസിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പള്ളിയിലെ അച്ഛൻ തന്ന വചനമായിരുന്നു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വചനം. കർത്താവ് എന്നോട് സംസാരിക്കുകയെന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ട് ഏലിയാവ് ഒന്ന് പേടിച്ച് ചൂരച്ചെടി തണലിൽ കിടക്കുകയാ. ഏലിയാവേ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. ഹല്ലേലൂയ. എനിക്കറിയില്ല എൻ്റെ ഹൃദയത്തിൽ ആ വചനം തട്ടുക. നിനക്കൊരു ദൂരയാത്രയുണ്ട്. ആരെന്നോട് പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ പറയുക. ഞാൻ വേഗം എൻ്റെ ഡയറിയുടെ എൻ്റെ ബൈബിളിന്റെ സൈഡിലോട്ട് എഴുതി വെച്ചു. അതെ, ചെല്ലായിക്ക് ദൈവം ഒരു ദൂരയാത്ര തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഭർത്താവ് മരിച്ചിട്ട് 5 ദിവസം ആയതുള്ളൂ. എനിക്ക് എവിടെ ദൂരയാത്ര, എന്നെ ആര് കൊണ്ടുപോകും? പക്ഷെ ഗോഡ് ഈസ് ഗ്രേറ്റ്. എൻ്റെ ദൈവം നല്ലവൻ. കർത്താവിന്റെ കൃപയാല് എൻ്റെ ആ ഒരു വേദനയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കർത്താവ് എനിക്ക് അടുത്ത ഒരു വഴിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത് എനിക്ക് ഇന്നും ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവെ എനിക്ക് എവിടെയാ ഇനി വഴികള്? അങ്ങനെ ഇരിക്കെ എൻ്റെ കർത്താവിന്റെ കൃപയാല് എൻ്റെ പള്ളിയിലെ അച്ഛനും കൂട്ടായ്മക്കാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈ മോളെ എവിടെയെങ്കിലും വിടാം. അച്ഛൻ ചോദിച്ചു, ചെല്ലമ്മ നിനക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടം? എന്നെ അവര് അങ്കോളയിൽ വിടാൻ നോക്കി, സിഹോർ ആശ്രമത്തിൽ വിടാൻ നോക്കി. അവിടെ ഒന്നും പോകാൻ ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് അറിയത്തില്ല അവിടേക്ക് എന്തോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകണം, അങ്ങനെയല്ല കൂട്ടായ്മയ്ക്ക് പോയാൽ മതിയെന്ന്. അപ്പൊ സേവികാ സംഘത്തിന്റെ ഓഫീസിൽ വിടാന്ന് പറഞ്ഞു. പിന്നെ അതും പോയില്ല. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമുക്ക് നോക്കാം. 30 ദിവസം കഴിഞ്ഞപ്പം തിരുവല്ല നവജീവിതം ബൈബിൾ കോളേജില് എനിക്ക് കർത്താവിന്റെ കൃപയില് ബൈബിൾ പഠിക്കാൻ പോകേണ്ട അവസരം ദൈവം തന്നു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ഒരു വർഷം ഞാൻ എന്താ ബൈബിൾ കൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തിയെന്ന് പറയാം, ഒന്നും അറിയത്തില്ല. പക്ഷെ ഒരു നല്ല ഡിസിപ്ലിൻ ലൈഫ് ദൈവം എനിക്ക് തന്നു. കർത്താവിനോട് കൂടുതൽ അടുക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും വചനം അങ്ങനെ ധ്യാനിക്കുന്നതൊക്കെ പഠിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ കരങ്ങൾ ഞാൻ അനുഗ്രഹമായിരിക്കുമ്പോൾ അവിടെ ഒരു കെസ്വിക് കൺവെൻഷൻ ഉണ്ടായിരുന്നു, തെന്നിന്ത്യ കെസ്വിക് കൺവെൻഷൻ. നമ്മുടെ കെ വി ചെറിയാച്ചൻ അദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചത്. തിരുവല്ല നവജീവോദയം. അവിടെ നമ്മുടെ പാസ്റ്റർ M.A. തോമസ്, ഇമ്മാനുവൽ ചർച്ചസ് ഓഫ് ഇന്ത്യയുടെ രാജസ്ഥാനിലെ പാസ്റ്റർ ജി അവിടെ പ്രസംഗിക്കാൻ വന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരവായിരുന്നത്. അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അത് ഹിന്ദിയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ്, 1000കണക്കിന് ആളുകൾ നോർത്ത് ഇന്ത്യയിൽ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും. ആര് പോകും അവരെ രക്ഷിക്കാനായിട്ട്? ആര് പോകും അവർക്ക് വേണ്ടി? നോർത്ത് ഇന്ത്യയിൽ ആര് പോകും? വടക്കേ ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണോ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുക. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയം ഇടിക്കുവാങ്ങ്, എനിക്ക് പോകണം എന്ന് പറയാം. കാരണം എൻ്റെ ബൈബിൾ കോളേജിൽ എപ്പോഴും പല നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറയൂ, എൻ്റെ കർത്താവെ എന്നെ അവിടെ ആരും കൊണ്ടുണ്ടാ, ഞാനങ്ങ് പോയേനെ. എനിക്ക് നോർത്ത് ഇന്ത്യക്ക് പോകണം, അപ്പൊ എനിക്ക് ഇഷ്ടമാണ് പോകാൻ. പക്ഷെ എൻ്റെ വീട്ടിൽ അനുവദിക്കത്തില്ല.
രണ്ട്, എൻ്റെ പള്ളിക്കാർ എന്നെ ബൈബിൾ കോളേജിൽ അയച്ച് പഠിപ്പിച്ചത്, അവർ പറഞ്ഞ എന്നെ ആറന്മുളയിൽ തന്നെ നിർത്തണം അവരുടെ ആഗ്രഹം. ഞാനോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത് നോർത്ത് ഇന്ത്യക്ക് പോകാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാസ്റ്റ് ഇങ്ങനെ പറയുക, ആർ പോകും, ആർ പോകും, അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ചെന്ന് പറഞ്ഞു. എന്നെ ആര് പോകും ചോദിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ അവിടെ ഒന്നുകൊണ്ട് ഇങ്ങനെ ആരെ നോക്കിയില്ല. ഞാൻ കണ്ണടച്ചുകൊണ്ട് പറയാ, കരഞ്ഞുകൊണ്ട് പറയാ, ബിഷപ്പച്ച എന്നെ അയക്കണേ, ഞാൻ പോകാമെന്ന്. ഞാൻ കരഞ്ഞത് എനിക്കറിയാം, കർത്താവിനും അറിയാം. പക്ഷെ ആരും ശബ്ദം കേട്ടില്ല. പക്ഷെ കേൾക്കേണ്ടവൻ കേട്ടു. ആ പാസ്റ്റർ അവിടെ നിന്ന് കൈ ഉയർത്തിട്ട് പറഞ്ഞു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, ഹി വിൽ യൂസ് യു ഇൻ എ മൈറ്റി വേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പിന്നെ എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. കർത്താവിന്റെ കൃപയാല് അങ്ങനെ എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ചൊരു ദർശനമാണ് ദൈവം തന്നത്. അങ്ങനെ എനിക്ക് ഒരു വർഷം കഴിഞ്ഞു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പിതാവ് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. എൻ്റെ മാതാവ് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. എൻ്റെ അച്ഛനും അമ്മയും ഒരുപോലെ രക്ഷിക്കപ്പെട്ടു. കാരണം അതിലൊരു വലിയ മുഖാന്തരം ദൈവം ഒരുക്കി. ഞാനും എൻ്റെ ഹസ്ബൻഡും താമസിക്കുന്ന വീട് ഒരു പാസ്റ്റർ വന്ന് വാടകയ്ക്ക് എടുത്തു. ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. ഞങ്ങൾ പൈസ ഒന്നും വാങ്ങിച്ചു. കാരണം ഞാനും കർത്താവിൻ്റെ വേല ചെയ്യുക, അദ്ദേഹവും കർത്താവിൻ്റെ വേല ചെയ്യില്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ വീട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് ആ ചുറ്റുപാടുള്ള ആളുകൾക്ക് സുവിശേഷം പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അച്ഛനോടും അമ്മയോടും സുവിശേഷം പറഞ്ഞു. അപ്പം അച്ഛന് ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു. പക്ഷേ എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കാണിച്ച സ്നേഹവും കൂട്ടായ്മയും എൻ്റെ അപ്പൻ്റെ ഹൃദയത്തെ ഒത്തിരി പിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് ഞാൻ ബൈബിൾ കോളേജിൽ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഇടാൻ വേണ്ടി, എൻ്റെ വീട് ചുമ്മാ അടഞ്ഞു കിടക്കുക, എൻ്റെ അച്ചാച്ചൻ ചെന്നിട്ട് ആ ലൈറ്റ് ഇടാൻ വേണ്ടി മാത്രം അവിടെ പോകും. കയറി ചെന്നിട്ട് ഒരു ദിവസം ഫ്രണ്ടിലെ ലൈറ്റ് ഇട്ടിട്ട് എൻ്റെ അച്ചാച്ചൻ ഇങ്ങനെ ചോദിച്ചു, എൻ്റെ പിതാവേ, നീ എൻ്റെ കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയത്? ആ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് നിന്റെ നാമത്തിൽ പാട്ടും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതല്ലേ പിതാവേ? അങ്ങനെ അച്ഛൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അച്ഛൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി എൻ്റെ പിതാവ് ഉറക്കത്തിൽ കിടക്കുമ്പോൾ എൻ്റെ അപ്പന്റെ മുൻപില് ഭയങ്കരമായിട്ടൊരു ദർശനം എൻ്റെ അച്ഛൻ ദൈവം കൊടുത്തു. യേശു കർത്താവിന്റെ മുൾമുടി അണിഞ്ഞ ശിരസിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്നു, എൻ്റെ അപ്പന്റെ നെഞ്ചത്തേക്ക് വീഴുന്നു. അത് കണ്ട് എൻ്റെ അപ്പന് മനസ്സിലായി ക്രിസ്തു വാസ്തവമായിട്ട് ദൈവമാണെന്ന്. അങ്ങനെ എൻ്റെ അച്ചാച്ചൻ രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യ വിശ്വാസത്തിലായി. എൻ്റെ അമ്മയും രക്ഷിക്കപ്പെട്ടു. അവർ രണ്ടുപേരും, ഞാൻ ബൈബിൾ കോളേജിൽ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ സ്നാനപ്പെട്ടു. പക്ഷെ ഞാൻ ഇച്ചിരി ഇതായിരുന്നു, റിബല്യസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെടുത്തില്ല, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയാന്ന്. കാരണം ഞാൻ മൊത്തമേ സ്നാനപ്പെട്ടതല്ലേ, അന്നൊന്നും ആ കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടു. എനിക്ക് ജീവിതത്തിലേക്ക് 3 പേരെ രക്ഷാനുഭവത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ജീവിതത്തെ ദൈവം ഇടയാക്കി. ഞാൻ കുറച്ച് വേദന സഹിച്ചെങ്കിലും എൻ്റെ ദൈവം ചെയ്യുവാൻ എനിക്ക് കൃപ തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ കർത്താവിന്റെ കൃപയാല് എൻ്റെ അപ്പനും രക്ഷിക്കപ്പെട്ടു, എൻ്റെ അമ്മയും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവെ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടല്ലോ എന്ന്. എൻ്റെ ബൈബിൾ കോളേജിൽ പഠിത്തം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൈ വെച്ചോണ്ടിരുന്ന് കരഞ്ഞു. ഒരു വർഷത്തെ തിയോളജി ക്ലാസ് എന്തോ പഠിക്കാനാ, പക്ഷെ എനിക്ക് ഒത്തിരി ഒരു മിഷണറി ട്രെയിനിങ് എന്നില്ല, ഒരു പുതിയ സ്ഥലത്ത് പോയാൽ എങ്ങനെ ഒരു സുവിശേഷം അറിയിക്കാൻ പറ്റും, അതാണ് എന്നെ ഏറ്റവും പഠിക്കാൻ എനിക്ക് ഇഷ്ടം. അതാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഹോമിലിറ്റിക്സ് പഠിച്ചു. അത്രയും മതിയായിരുന്നു. കാര്യങ്ങളൊക്കെ ഇച്ചിരി കർത്താവിന്റെ കാര്യം പറയാൻ പഠിച്ചു. എനിക്ക് മതിയെന്ന് പറഞ്ഞു. എന്നെ ചോദിച്ചു, അടുത്ത വർഷം പഠിക്കാൻ പോകുന്നു? ഞാൻ പറഞ്ഞു ഇല്ല. അടുത്ത വർഷം പിന്നെ എന്തുവാ? ഞാൻ സുവിശേഷം പറയാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് 2 ഇന്റർവ്യൂ എടുത്തു. രണ്ടിടത്തും സെന്റ് തോമസിൽ പോയി കർത്താവിന്റെ വേല എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ നോർത്ത് ഇന്ത്യക്കാ പോകുന്നു പറഞ്ഞു. എനിക്ക് നോർത്ത് ഇന്ത്യക്ക് വഴിയൊന്നും കിട്ടിയില്ല. പക്ഷെ എൻ്റെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൈ വെച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, കർത്താവേ, നിനക്ക് എന്നോട് എന്തോ പറയാനുള്ളതെന്ന്. കർത്താവ് എനിക്കതൊരു വചനം തന്നു. യെശയ്യാ 12:4. ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തിയെ ഘോഷിച്ചുല്ലസിപ്പൻ. ആമേൻ, ഹല്ലേലൂയ. ജാതി എന്തോ ചെയ്യുന്നത് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ വചനം കിട്ടിയതറിയാം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. പക്ഷെ വേറൊരു കാര്യത്തിനാ, എൻ്റെ ഭർത്താവ് ഉള്ളപ്പോ എന്നോട് പറയാന്ന്, ഇവളെ പഠിപ്പിച്ചൊരു വലിയ പാസ്റ്റർ ആക്കണം, ഇവൾക്ക് എപ്പോഴും ബൈബിളും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്തേമ്മ, ഇത് കാണാൻ അദ്ദേഹം ഇല്ലല്ലോ, എന്നെ പഠിപ്പിച്ച് വളർത്തി വലിയ പാസ്റ്റർ ആക്കുമെന്ന് പറയായിരുന്നു. കർത്താവിന് സ്തോത്രം, ദൈവകൃപയാണ്. അങ്ങനെ ഒരു വഴി ദൈവം തന്നു. ഞാൻ പാസ്റ്ററൊന്നും ആയില്ല, പക്ഷെ ഞാൻ കർത്താവിനെ കുറിച്ച് അറിയുവാനും പഠിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. അങ്ങനെ സന്തോഷമായി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോരുന്ന സമയമായപ്പം എല്ലാവരും ചോദിച്ചു, ഇനി ചെല്ലമ്മ എന്തോ ചെയ്യുക? എനിക്ക് പെട്ടി എടുത്തോണ്ട് ഞാൻ നവജ്യോതിന്റെ പടിയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. ഇനി എന്താണ് എൻ്റെ മുമ്പിൽ? ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, ഇനി എങ്ങോട്ട്? അപ്പോൾ എൻ്റെ ബാബു ചെറിയാൻ സാറ്, ഞങ്ങളുടെ ഞങ്ങളെ റോമൻസ് പഠിപ്പിക്കുന്ന അദ്ദേഹമായിരുന്നു. സാറ് എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചയച്ചു. അപ്പൊ എന്നോട് വേണ്ടി എനിക്ക് വേണ്ടി പറഞ്ഞൊരു വേർഡ് ഇതാണ്, കർത്താവേ, നോർത്ത് ഇന്ത്യയുടെ വയൽപ്രദേശങ്ങളെ, വിശാലമായ വയൽപ്രദേശങ്ങൾ ചെല്ലമ്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു, അതിനായി സ്തോത്രം. എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുമായിരുന്നു.
എനിക്ക് വീട്ടിലോട്ട് പോകാനായിട്ടാ എനിക്ക് പിന്നെ കുരി വീണേക്കുന്നത്. ഞാൻ എങ്ങോട്ട് പോകാനാ? അങ്ങനെ ചോദിച്ച് വിഷമിച്ച് ഞാൻ കണ്ണീരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അച്ഛൻ വന്ന് പെട്ടിയൊക്കെ എടുത്ത് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. വീട്ടിൽ വന്നു. കുറെ നാളുകളായി എനിക്കെങ്ങും പോകാൻ വഴിയില്ല. അങ്ങനെ ഇരിക്കെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭയിൽ എൻ്റെ ആൾക്കാർ, എൻ്റെ പി ജോർജ് അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു മോന്, അവന്റെ പേര് എൽദോസ് എന്നായിരുന്നു. ഒരു കൊച്ചു പയ്യനാ. അവൻ 10th പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജിൽ വന്നതാ. ആ കുഞ്ഞ് എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു ലെറ്റർ അയച്ചു. അവൻ ചേച്ചി, നോർത്ത് ഇന്ത്യയിലെ മിനിസ്ട്രിയില് സഹോദരിമാരെ എടുക്കുന്ന ഒരു പഞ്ചാബില് 24 മണിക്കൂറുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മെസ്സഞ്ചർ മാസിക, ഞങ്ങളുടെ ഐറ്റിയുടെ ആ മാസികയില് ഇതുണ്ട്. ഞാൻ മെസ്സഞ്ചർ ഒന്നും വായിച്ചിട്ട് പോലും ഇല്ല. ആ കുഞ്ഞു മുഖാന്തരമായിട്ട് എനിക്ക് പാസ്റ്റർ എം ഐ ഈപ്പനും പീജങ്ങളും ആ സമയത്ത് എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അങ്കിളും പിന്നെ എം ഐ ഈപ്പൻ പാസ്റ്റർ ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു അന്ന്, അദ്ദേഹം വരുമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് ഈ ഈപ്പച്ചൻ പാസ്റ്റർ പോയി കണ്ടാൽ മതി, ഇന്റർവ്യൂ എടുത്തിട്ട് ചേച്ചിക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷമായി, ദൈവമേ എങ്ങനെ പോകും. അപ്പൊ എന്റെ അച്ചാച്ചനും എന്റെ വീട്ടിൽ താമസിച്ച ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്റർ ഡാനിയൽ എന്ന പേര്. ആ പാസ്റ്റർജി എന്നെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ എം ഐ ഈപ്പൻ പാസ്റ്ററെ കണ്ട് സംസാരിച്ചു. ചോദിച്ചു, എന്തുകൊണ്ടാ നോർത്ത് ഇന്ത്യ പോകാൻ ആഗ്രഹം? ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചേച്ചി, എങ്ങനെയാ ചെലമ രക്ഷിക്കപ്പെട്ടത്? ഇച്ചിരി ഇതായിട്ടാ പാസ്റ്റർ ചോദിക്കുന്നത്. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു തീർത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേ പാസ്റ്റർ പറഞ്ഞു, അത് കേട്ടപ്പോഴേ പാസ്റ്റർക്ക് സന്തോഷമായി. പറഞ്ഞു, എന്നാ എന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു, ഈ നമ്പർ വെച്ചു, ഞാൻ അടുത്ത ദിവസം ലെറ്റർ ഇടാം. അന്നേ നമുക്ക് ഫോണൊന്നും ഇല്ല. നമ്പർ തന്നിട്ടുണ്ട്, പിന്നെ ഫോൺ അഡ്രസ്സും തന്നു. എന്നിട്ട് പറഞ്ഞു, ചെലമ്മയ്ക്ക് ഞാൻ വിവരം അറിയിക്കാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാല് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞ എന്റെ 3ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ലെറ്റർ വന്നു. ചെലമേ, ഞങ്ങള് ഇതുപോലെ ഞാൻ മാർച്ച് 5-ാം തീയതി ഞാൻ കർത്താവിന്റെ വേല ഹിമസാഗർ എക്സ്പ്രസിന് ഞാൻ പഞ്ചാബിലേക്ക് പോകുന്നു. ചെല്ലമ്മയ്ക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ താല്പര്യമെങ്കിൽ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹം വന്ന് എന്റെ പേരൻസിനെ കണ്ടു. ദൈവകൃപയാല് ഞാൻ അങ്ങനെ മാർച്ച് മാസം 1993 മാർച്ച് 5-ാം തീയതി ഹിമസാഗർ എക്സ്പ്രസിൽ എന്റെ ദൂര യാത്ര തുടങ്ങാൻ ദൈവം സഹായിച്ചു. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. ദൂരയാത്ര ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി. 5 ദിവസം ട്രെയിനിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് ഇത്രയും വലിയ ദൂരയാത്രയാണ് ഉള്ളത് എന്നോർത്തു. പക്ഷേ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വന്നു കഴിഞ്ഞ് അവിടെ വന്ന് മാർച്ച് 8-ാം തീയതി ഞാൻ IT ജോയിൻ ചെയ്തു. 11-ാം തീയതി സ്നാനപ്പെട്ടു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചു തന്നു, മുങ്ങി സ്നാനം എടുക്കേണ്ടത് ആവശ്യമാണെന്ന്. ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ആ ഒരു ദർശനം എപ്പോഴും ഞാൻ കാണുമായിരുന്നു. ഞാൻ IIT പഞ്ചാബിൽ പട്ടാൻകോട് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പ്. 24 മണിക്കൂറും പ്രെയർ നടക്കുന്ന, ചെയിൻ പ്രെയർ നടക്കുന്ന ഒരു പ്രെയർ ഗ്രൂപ്പിൽ ഞാൻ വന്നത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും വളരെ സന്തോഷത്തോടെ എന്നെ കണ്ടു. പക്ഷേ എൻ്റെ കാതിലും ഉണ്ട്, കഴുത്തിലും ഉണ്ട്, എല്ലാവരും ഉണ്ട്. കണ്ടു, ഇതിന് ഈ പാസ്റ്റർ എവിടുന്നാ കൊണ്ടുവന്ന് എല്ലാവരും ഓർത്തു. ഞാൻ നേരെ വന്ന് എല്ലാം ഊരി വെച്ചിട്ട് ഞാൻ ചെന്ന് പിറ്റേ ദിവസം എന്ന് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അതെന്താ സ്നാനപ്പെടണം ഇപ്പൊ തോന്നിയത്? ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം ഉണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു. എങ്കിൽ വെള്ളം ഉണ്ട്, ഞാനും ഉണ്ട്, റെഡിയാ, നമുക്ക് സൺഡേ സ്നാനപ്പെടാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ എം ഐ എന്റെ കൈക്കില്ല. ഞാൻ മുഴുകൽ സ്നാനം എടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് മഹത്വം. കാരണം ഞാൻ എൻ്റെ അപ്പനും അമ്മയും ഞാൻ സ്നാനപ്പെടാൻ സമ്മതിക്കാത്ത പാർട്ടിയായിരുന്നു. പക്ഷെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന്. എല്ലാത്തിനും ദൈവത്തിന് ഇഷ്ടം, അത് പറഞ്ഞാൽ മതി. ആ സന്തോഷത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് ഇവിടെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ജൂലൈ മാസം ആയപ്പോഴത്തേക്ക് ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഒത്തിരി സന്തോഷമായി. 8 മാസം കഴിഞ്ഞപ്പോൾ പീജങ്ങളിൽ ഇല്ലാണ്ടിയൊക്കെ നമുക്ക് ഒക്ടോബറിൽ നമ്മുടെ മുഴുവൻ IIT കുടുംബങ്ങളും വന്ന് പട്ടാൻകോട്ട് ഒരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷനിൽ അങ്കിള് വന്ന് കണ്ട് ഞങ്ങളെ പ്രെയർ ഗ്രൂപ്പ് വരെ കണ്ടപ്പം ഞങ്ങൾ പറഞ്ഞു, അങ്കിളെ എനിക്ക് കർത്താവിന്റെ കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, കർത്താവിന്റെ വേല ചെയ്യാൻ താല്പര്യമുള്ള ഒരു പേഴ്സണൽ ഇവാഞ്ചലിസം ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ എം ഐ പാസ്റ്റർ ഞാൻ അങ്ങനെ പറഞ്ഞ ഞാൻ IIT വന്നത് തന്നെ. അന്നേരം പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ അയക്കുന്നെങ്കിൽ നമ്മുടെ ചെല്ലമ്മയും കൂടെ അയക്കണം. കാരണം ചെല്ലമ്മ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം എനിക്കൊരു വഴി തന്നു. MP ഉജ്ജയിനില് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ വേണ്ടി. അത് നമ്മള് പാസ്റ്റർ റെനി ചാക്കോയും അദ്ദേഹത്തിന്റെ വൈഫ് സിസ്റ്റർ ബ്ലെസ്സിയും, അവർ രണ്ടുപേരും ഞങ്ങൾ 3 സിസ്റ്റേഴ്സ്, ചെല്ലമ്മ, ജോയമ്മ, ബിന്ദു, ഞങ്ങളെ 3 പേരും കൂട്ടി ഉജ്ജയിനിലേക്ക് പോയി. എന്റെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. ഉജ്ജയിനി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഹിന്ദിയുടെ ABCD അറിയാൻ വയ്യ. എന്ത് പറയും? ക്യാഹേൻ ചോദിച്ചാൽ ക്യാഹേൻ തിരിച്ചു പറയാൻ നേരത്തെ ഒന്നും അറിയത്തില്ല ഹിന്ദി. അങ്ങനെ വിഷമിച്ചു. പക്ഷെ പാസ്റ്ററും ആന്റി നല്ല ദൈവമക്കളായിരുന്നു. അവർ ഞങ്ങളെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്ന് ഹൗസ് വിസിറ്റിന് പോവുകയും പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾക്ക് സമയം തരും. അങ്ങനെയൊക്കെ ചെയ്തു. ഇച്ചിരി നമ്മൾ പറക്കം മുറ്റെന്ന് പറഞ്ഞാൽ ഒരു പരുവ് ആയപ്പോഴത്തേക്ക് 2 വർഷം ഞാൻ അവിടെ നിന്നു കർത്താവിന്റെ വേല. അപ്പോഴത്തേക്കും എനിക്ക് ഡൽഹിയിൽ നിന്ന് പീജങ്ങളുടെ ലില്ലാന്റെ ലെറ്റർ വന്നു, ചെല്ലമ്മ എത്രയും വേഗം തിരിച്ചു വരണം, ഇവിടെ വരണം. ഡൽഹിയിൽ നമ്മളൊരു പ്രെയർ ഗ്രൂപ്പ് ഹൗസ് ഓഫ് പ്രെയർ തുടങ്ങുന്നു, ചെല്ലമ്മ ഇനി വരണമെന്ന് പറഞ്ഞു.
സത്യത്തിൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് നീമൻവാസ, പവാസ എന്ന 2 ഗ്രാമങ്ങൾ ഞങ്ങൾ വർക്കിന് പോകും. ഒന്നും അറിയത്തില്ലാത്ത പാവങ്ങളെ അവർക്ക് എനിക്ക് ഹിന്ദി പറയാറില്ല. പക്ഷെ അവരെ ചേർത്ത് നിർത്തി സന്തോഷമായിട്ട് യേശുവിനെക്കുറിച്ച് പറയുവായിരുന്നു. അറിയാവുന്ന ഭാഷയില് അവരെ ഒന്ന് വിട്ടു പറയാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവ് എന്നോട് പറഞ്ഞു. പോണോന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പോകത്തില്ല. എനിക്ക് ഇവിടെ നിന്നേച്ചാ മതി. എനിക്ക് എംപി മതി, ഉജ്ജയിനി മതി. എനിക്ക് പോകണ്ട ഡൽഹി. പക്ഷേ ഒരാഴ്ച അവധി എന്റെ പാസ്. ഞാൻ മല്ല് പിടിച്ച് ദൈവത്തോട്, കർത്താവേ എനിക്ക് പോകണ്ട, എനിക്ക് പോകണ്ട. പാസ്റ്റർ ഉണ്ട് പറഞ്ഞത് തിങ്കളാഴ്ച ഉണ്ട് പറഞ്ഞ് ചെല്ലമ്മ 4-5 ദിവസമുണ്ട്. ഞായറാഴ്ച എനിക്ക് റിപ്ലൈ തരണം. എവിടെയാ പോകുന്നത്, എന്താ പോകുന്നത്, തീരുമാനം എടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ പോകണ്ട പോകണ്ട. പക്ഷെ അവസാനം ദൈവം തന്നെ ജയിച്ചു. എന്നെ ഞായറാഴ്ച രാവിലെ ഞാൻ ഈ ഉണർന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. ഉണർന്നിട്ട് ഞാൻ ഇങ്ങനെ, കർത്താവേ നീ ഒന്നും പറയുന്നില്ല, എന്താ പറ്റി യേശുപ്പച്ച പറയാത്തെ? ഞാൻ മല്ലി പിടിക്കാന്ന് കർത്താവിന് അറിയാലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് പറയാ. അതുവരെ ഞാൻ പറഞ്ഞ, കർത്താവേ ഞാൻ പോകത്തില്ലെന്നാ. ഇച്ചു കഴിഞ്ഞു ഞാൻ പറയാം, കർത്താവേ അങ്ങ് അയച്ചാ ഞാൻ പോകാമെന്ന്. എന്റെ ദൈവമേ, ഇത് എന്ത് മാറ്റം എനിക്ക് വന്നു. പെട്ടെന്ന് എന്നെ കർത്താവ് ഓർപ്പിച്ചു. യെശയ്യാ 54 അത് വായിക്കുമ്പോള് നിന്റെ നിവാസങ്ങളുടെ കുറ്റികളെ അവർ മാറ്റി അടിക്കട്ടെ, നീ അതിനെ തടുക്കരുതെന്ന്. ഹല്ലേലൂയാ. എന്റെ ദൈവമേ, എനിക്ക് മനസ്സിലായി. പ്രസവിക്കാത്ത മച്ചിയെ പൊട്ടി ആർത്ത് ഘോഷിക്കാന്ന് പറഞ്ഞോണ്ട് ദൈവത്തിന് അതിന് തുടക്കം തന്നെ ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ പൊക്കോളാം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ഉജ്ജയിനി കിടന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. കർത്താവ് എന്നെ ഉജ്ജയിനി ഡൽഹിയിൽ കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. ഡൽഹിയില് കർത്താവിന്റെ കൃപയാല് 95 മാർച്ച് 11-ാം തീയതി ഡൽഹിയിലെത്തി. കർത്താവിന്റെ കൃപയിൽ അന്ന് മുതൽ ഇപ്പൊ വരെയും ഡൽഹിയിൽ കർത്താവിന്റെ വേലയില്ല. 24 മണിക്കൂറും പ്രാർത്ഥിച്ച പ്രയർ ഗ്രൂപ്പിൽ ഒത്തിരി കാര്യങ്ങൾ പുതിയ പഠിക്കാൻ ദൈവം സഹായിച്ചു. എംപിയിൽ ഉജ്ജയിനി വന്നപ്പോഴത്തേക്കും എങ്ങനെയാണ് സുവിശേഷമൊക്കെ പറയാൻ, എങ്ങനെ ആളുകളുമായിട്ടുള്ള എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ കുറച്ചുകൂടെ പഠിച്ചു. പിന്നെ ഡൽഹി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിന്റെ കൃപയാല് ഒത്തിരി അനുഗ്രഹങ്ങളെ പ്രാപിച്ചത് ഈ ഡൽഹി വന്നപ്പോഴാണ്. PG വർഗീസ് അങ്കിളും ലില്ലി ആന്റിയും ഒക്കെ മക്കളെ പോലെ ഞങ്ങളെ പഠിപ്പിച്ചു. ഒത്തിരി എന്ത് കാര്യം ശാസനയുണ്ട്, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും, സ്നേഹത്തോടെ കൊണ്ടു നടക്കും. അങ്ങനെയൊക്കെ അവരുടെ കൂടെ ആയിരുന്നത് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. ചർച്ചില് ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് പാട്ടൊക്കെ പാടാൻ, എവിടെ പാടാൻ അവസരം കിട്ടും ഞാൻ പറയും യേശു അച്ചാഹ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യേശു നല്ലവനാന്ന് പറയുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പാടാൻ എവിടെ അവസരം കിട്ടിയാലും ഞാൻ പാടിയിരിക്കും. കാരണം എനിക്കൊരു വലിയ ത്രില്ലായിരുന്നു പാടുന്നത്. കാരണം അമ്പലത്തിൽ നിന്ന് പൂജാരുടെ മകളായിട്ട് പാടിക്കൊണ്ട് അതിന് വേണ്ടല്ലോ, എവിടെയായാലും കർത്താവിന് വേണ്ടി പാടാൻ അവസരത്തിൽ ഞാൻ പാടിയിരിക്കും. അങ്ങനെ സന്തോഷത്തോടെ ദൈവകൃപയാല് ദൈവം എന്നെ നടത്തി. കുറച്ചു നാളൊക്കെ ഞാൻ ഡൽഹിയിൽ അവിടെ നിന്ന് കർത്താവിന്റെ കൃപയാല് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞങ്ങളിവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന അതേ പ്രയർ ഗ്രൂപ്പിലാണ്. അവിടെ പലയിടത്തും കുഞ്ഞുങ്ങള് ഒരു 5ഉം 6ഉം 7 പിള്ളേരൊക്കെ വരും. പിന്നെ കുഞ്ഞുങ്ങൾ സഹോദരിമാര് വരും. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു സിസ്റ്റർ എൽസി ഉണ്ട്, സിസ്റ്റർ ഒരു ആൻസി ഉണ്ട്, ഞങ്ങൾ 3 പേരാ ഉള്ളത്. പക്ഷെ ഈ കൊച്ചു പെൺപിള്ളേരൊക്കെ 2 വർഷത്തേക്കും 1 വർഷത്തേക്കൊക്കെ വരും. ഞാൻ അവരെ വചനമൊക്കെ പഠിപ്പിച്ചെടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന എങ്ങനെ ചെയ്യുന്നവരെ പഠിപ്പിച്ച് അങ്ങനെ ഏകദേശം 26 കുഞ്ഞുങ്ങളെ ഈ ഞാൻ ആയിരിക്കുന്ന പ്രയർ ഗ്രൂപ്പിലെ കുഞ്ഞുങ്ങളെ വളർത്താൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അതിനോടൊപ്പം ഞാനും ദൈവകൃപയാൽ വളർന്നു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ട്രാൻസ്ഫർ വന്നു UP കാൺപൂരിലേക്ക് പോകാനായിട്ട്. അത് 99-ലായിരുന്നു. 99 ഞാൻ കാൺപൂരിൽ പോയി, UP കാൺപൂരിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി പഠിക്കാൻ നല്ലൊരു അവസരം കിട്ടി. ഒരു സിംഗപ്പൂരുകാരി ആന്റി ഉണ്ടായിരുന്നു, ആന്റി മോളി. ഒരു പാകിസ്ഥാനിലെ കർത്താവിന്റെ വേല ചെയ്ത് ഇവിടെ വന്ന് ഹിന്ദി പഠിച്ച് പാകിസ്ഥാനിൽ വേല ചെയ്ത് അത് എന്റെ ലീഡറായിട്ട് വന്നു. അപ്പം ഇംഗ്ലീഷ് പറയാനും പറ്റത്തില്ല, ഹിന്ദി മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ നിർബന്ധമായപ്പം പൊട്ട പറഞ്ഞ് ഹിന്ദി പഠിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. പിന്നെ ലേഡീസ് മീറ്റിംഗ് നടത്താൻ പഠിച്ചു. പിന്നെ കോട്ടേജ് മീറ്റിംഗ് നടത്താൻ പഠിച്ചു. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം ദൈവം യൂത്ത് മീറ്റിങ്ങിനകത്ത് കർത്താവിൽ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആമ്പിള്ളേരെയൊക്കെ പെൺപിള്ളേരെയും വളർത്തിയെടുക്കാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ 2 വർഷം അവിടെ നിന്നു. 2001 ഡിസംബർ ആയപ്പോഴേക്കും അടുത്ത എനിക്ക് വിളി വന്നു ഡൽഹിയിലേക്ക് വരാൻ വേണ്ടി. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആന്റി മോളി തിരിച്ചു പോവുകയായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതിന് എൻ്റെ ലീഡേഴ്സ് എന്നെ സംരക്ഷണം നോക്കുന്നത് കൊണ്ട് എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോഴും ഈ പറഞ്ഞ പോലെ എനിക്ക് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല. എന്റെ ദൈവമേ, ഇവിടെ ഒരുമാതിരി പച്ച പിടിച്ച് വചനമൊക്കെ പഠിച്ചെല്ലാം പഠിപ്പിച്ച് വന്നപ്പോൾ ഇപ്പൊ അടുത്ത ഡൽഹിക്ക് പോകുന്നു. ഡൽഹി ചെന്നാൽ അവിടെ കൂടുതൽ മലയാളത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ. ഹിന്ദി അവിടെ നമുക്ക് വലിയ ഇതില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവെ ഞാൻ പോകുന്നില്ല. പക്ഷെ കർത്താവിനറിയാം എന്നെ എവിടെയൊക്കെ കൊള്ളാമെന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ ഞാൻ പോകുന്നില്ല പക്ഷാന്ന്. പക്ഷേ കർത്താവ് എന്നെ തലേ ദിവസം രാത്രി, നാളെ എനിക്ക് പോകേണ്ട ദിവസമാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ലെറ്റർ വരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പോകുന്നില്ലത്. കർത്താവ് എന്ന് പറഞ്ഞ് യിരെമ്യാ 29:11 എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഓക്കെ, പ്രൈസ്. ഞാൻ പറഞ്ഞ അപ്പ ഞാൻ പൊക്കോളാവേന്ന് പറഞ്ഞ് പെട്ടി അടുക്കി ആ വരവ് പിന്നെയും
2001 ഡിസംബർ 13 പിന്നെയും ഡൽഹിയിലെത്തി. ഇപ്പം വരെയും ദൈവകൃപയാലും ഡൽഹിയിൽ ദൈവം എന്നെ വെച്ചു. ഒത്തിരി കാര്യങ്ങൾ ഡൽഹിയിൽ കർത്താവ് എന്നെ പഠിപ്പിച്ചു. അനേകരോട് സുവിശേഷം പങ്കുവെക്കാന് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നല്ല അവസരങ്ങൾ. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമാണ്. എനിക്ക് IIT എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷം ദൈവത്തിന്റെ കൃപയാല്. ഞാൻ ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി വളരാനുള്ള സാഹചര്യങ്ങൾ തന്നു. ലില്ലിയാൻറ്റി എവിടെ പോയാലും ഞങ്ങളെ കൊണ്ടുപോയി വളർത്തുമായിരുന്നു. അതായത് ഒരു മിനിസ്ട്രിക്ക് പോകെങ്കിൽ ലില്ലിയാൻറ്റി ആയിരിക്കും പ്രസംഗം. ലില്ലിയാൻറ്റി പറയും, എൻ്റെ കൂട്ടത്തിൽ ഒരു സഹോദരിയുണ്ട്, എന്നെക്കാളും നല്ല പ്രചാരക്കാണ്, നല്ല പ്രാസംഗികയാണ്, അതുകൊണ്ട് അദ്ദേഹം ആദ്യം പറയും, പിന്നെ ഞാൻ പറഞ്ഞോളാന്ന് പറയും. പക്ഷെ നമ്മൾ സാക്ഷ്യം പറയത്തേ ഉള്ളൂ. എന്നാലും ആൻറ്റി അങ്ങനെ ഞങ്ങളെ വളർത്തുന്നു. മുമ്പോട്ട് തള്ളിവിടാൻ ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വളരാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ദൈവത്തിന്റെ ഓരോ നന്മകളേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പോഴോർക്കുന്ന ഒരു കാര്യം, എൻ്റെ ആത്മീയ മാതാപിതാക്കളായ പീജങ്ങളിൽ ലില്ലിയാൻറ്റിയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ഒന്നല്ല, എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്നെ വിശ്വാസം പഠിപ്പിച്ച പീജങ്ങൾ, എന്നെ വിശുദ്ധ ജീവിതം പഠിപ്പിച്ച ലില്ലിയാൻറ്റി, ഒരമ്മയെ പോലെ കരുതി സ്നേഹിച്ച ലില്ലിയാൻറ്റി, ഒത്തിരി 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 ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റ് കണ്ടാല് ശാസിക്കും, വഴക്ക് പറയും. പക്ഷെ ചേർത്ത് പിടിച്ച് പറയും, മോളെ ഇങ്ങനല്ല ചെയ്യേണ്ടത് കേട്ടോ എന്ന് സ്നേഹത്തോടെ വളർത്തി. അതുകൊണ്ട് ഇന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ കുറിച്ച് പറയാനും, ലില്ലിയാൻറ്റി എവിടെ പോയാലും കൂടുതൽ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ ഇവരാണ് ഞങ്ങളെ വളർത്തിയെന്ന് ഞാൻ എപ്പോഴും പറയും. ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ഐ എം വർക്കിംഗ് വിത്ത് IIT ഫോർ ദ ഗ്ലോറി ഓഫ് മൈ മാസ്റ്റർ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ഒത്തിരി സന്തോഷമുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇപ്പൊ എയർ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ പറയും, IIT എന്റേതാ, ചെല്ല ബിലോങ്സ് ടു IIT ബിലോങ്സ് ടു ചെല്ല, അങ്ങനെ ഞാൻ പറയും. കാരണം എനിക്ക് IIT ഷെൽട്ടറാ, എനിക്ക് IIT ഫാമിലിയാ, എനിക്ക് ദൈവം തന്ന ഏറ്റവും നല്ല ഒരു അത്താണിയാണ് എനിക്ക് IIT എന്ന് പറയുന്നത്. കാരണം 32ാമത്തെ വയസ്സിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഞാൻ ഇനി എവിടെ പോകും? എൻ്റെ ജീവിതം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അതിനൊരു എക്സ്ക്ലമേറ്ററി ആക്കി തീർത്ത ദൈവം എൻ്റെ ദൈവം. അങ്ങനെ ആകും ദൈവം എന്നെ സഹായിക്കാനാ ചിലരെ ഒരുക്കി. അതിൽ ഏറ്റവും വലിയൊരു 2 പേരെ ദൈവം തന്ന പീച്ചെങ്കിൽ ലില്ലിയാൻറ്റി, അവരുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അവരൊക്കെ ഞങ്ങളെ കരുതി വളർത്തി പഠിപ്പിച്ചു. അങ്ങനെ ദൈവം തന്ന കൃപയില് ഇങ്ങനെയൊക്കെയും കർത്താവിന്റെ കൃപയാല് നടത്തി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും ഡൽഹിയിലെ കുറച്ച് നാൾ ഇവിടെ ആയിരുന്നപ്പോൾ കർത്താവിന്റെ കൃപയാല് എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. ആത്മീക രീതിയിൽ ഒത്തിരി വളരാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിന്റെ കൃപയാല് ഈ 33 വർഷം IIT കർത്താവിന്റെ വേല ചെയ്യാൻ എനിക്ക് സഹായിച്ചു. ലില്ലിയാൻറ്റി ചെയ്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ലീഡേഴ്സും ചെയ്യാത്ത കാര്യങ്ങൾ ലില്ലിയാൻറ്റി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് ലില്ലിയാൻറ്റി കൂടെ. അതുപോലെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും ഒന്നിച്ചൊക്കെ ഇരുന്ന് വർത്താനൊക്കെ ഇരിക്കുമ്പം ഒരു സ്വന്തം അമ്മ എങ്ങനെ സംസാരിക്കുക, അതുപോലെ ഞാൻ UP-യിലായിരുന്ന സമയത്ത് 2001 ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു വണ്ടിയിൽ ആക്സിഡന്റ് ഉണ്ടായിരിക്കും. ഞാൻ മിനിസ്ട്രിക്ക് പോയപ്പം ഞാൻ സഞ്ചരിച്ചിരുന്ന സൈക്കിൾ റിക്ഷ ഒരു ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ച് ഞാൻ തെറിച്ചു വീണ്. എൻ്റെ തല ഒത്തിരി പൊട്ടി. അപ്പോൾ ഒരു 8 സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട്. ഞാൻ കുറേ ദിവസം വീട്ടിൽ അവിടെ കിടക്കേണ്ടി വന്നു. അപ്പം ലില്ലിയാൻറ്റി പറഞ്ഞു, മോളെ ഇങ്ങി വാ, 10 ദിവസം ഇവിടെ നിൽക്ക്, സുഖമായിട്ട് സ്റ്റിച്ചൊക്കെ എടുത്ത് ഇങ്ങി വാന്ന് പറഞ്ഞു. ഞാൻ ലില്ലിയാൻറ്റിയെ കാണാൻ വേണ്ടി വന്ന് ആൻറ്റിയുടെ അടുത്ത്, ആൻറ്റി കിച്ചണിൽ ജോലി ചെയ്യുക. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, ആൻറ്റി അവിടെ ഒരു കൊച്ചു സ്റ്റൂൾ കിടപ്പുണ്ട്, അതിലോട്ട് ആൻറ്റി ഇരുന്നു. എന്നിട്ട് എന്നെ ആ മടിയിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്നെ ആൻറ്റി താലോലിച്ചു. ഞാൻ എന്ന് വിഷമിക്കുക, ആൻറ്റി എനിക്ക് ഒത്തിരി വെയിറ്റ് ഉണ്ട്, എന്നെ വിട്, ഞാൻ എഴുന്നേക്കട്ടെ. ഇല്ല മോളെ, എപ്പോഴും അല്ല, നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ഞാൻ പറയാം. അങ്ങനെ ഒരു ലീഡറിന്റെ ഭാര്യമാരും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ലില്ലിയാൻറ്റി എനിക്ക് അമ്മയാണ്. ലില്ലിയാൻറ്റി എൻ്റെ ആത്മീക മാതാവാണ്. ഇപ്പോഴാണേലും കുഞ്ഞെ ചെല്ല എന്ന് വിളിക്കുന്നതൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഞങ്ങള് ഇവിടെ താമസിക്കുന്നതില് ഫ്രണ്ടില് ആൻറ്റി ഞങ്ങൾ താമസിക്കുന്ന വീട്, ഞങ്ങളുടെ വീട് തൊട്ടിപ്പുറത്ത് ഒരു വലിയ മുറ്റമുണ്ട്. അവിടെയാണ് ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചു കൂടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ ആൻറ്റിയെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു, അങ്കിളിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞെ ചെല്ലമ്മ എന്ന് വിളിക്കുന്നത് കേട്ടാല് സ്വന്തം അപ്പനും അമ്മയും ഞങ്ങളെ വിളിക്കുന്ന അതേ ഒരു സന്തോഷം. ഞാൻ എൻ്റെ ലീഡേഴ്സ് പറഞ്ഞേക്കാൾ ഉപരി ആത്മീയ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം. IIT ദൈവം തന്ന നല്ല ജീവിതത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, എനിക്ക് ദൈവം തന്ന സ്നേഹം ഓർക്കുമ്പോൾ പറയാനുള്ളത്, നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു, അവൻ വിധവയുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് ആർപ്പിടുമാറാക്കി. ഇതാ എനിക്ക് പറയാൻ, അഭിമാനത്തോടെ പറയാനുള്ളത്. ഒന്നും പറയാനില്ലായിരുന്നു, എന്നാൽ സന്തോഷത്തോടെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു പറയാന്. എൻ്റെ വീട്ടില്
മൂത്ത ചേച്ചിയുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ല. രണ്ടാമത്തെ ചേച്ചി കുടുംബമൊക്കെ CSIയിൽ പോയി. അവർ പ്രാർത്ഥിക്കാനും അവിടെ ജ്ഞാനസ്നാനം കൊടുത്ത് അങ്ങനെ പോകുന്നു. ഇളയൊരു ബ്രദർ എനിക്കിവിടെ ഉണ്ടായിരുന്നു. മുരളി എന്ന് പറഞ്ഞ ബ്രദർ ഇവിടെ വന്ന് അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 2001 അവന്റെ വിവാഹം കഴിഞ്ഞു. കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാലും വളരെ നമ്മള് പ്രാർത്ഥനയോടെ ആയിരുന്നു. ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് അത് 7 മാസമായപ്പോ കുഞ്ഞ് മിസ്കാരേജ് ആയി പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2010 അവന് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇപ്പോൾ അവര് കൊറോണ സമയത്ത് അവര് തിരിച്ച് ഇവിടെ നാട്ടിൽ പോയി. മോൾക്ക് ഇപ്പൊ 15 വയസ്സുണ്ട്. കർത്താവിന് സ്തോത്രം. ഇനി അവക്കൊരു കുഞ്ഞിനെ കിട്ടാൻ അവർ ഒത്തിരി വിഷമിച്ചു. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ദൈവം മക്കളെ കൊടുത്തു. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽ ഇന്ന് എല്ലാവരും ഹിന്ദുക്കളായിട്ട് നിൽക്കുന്നു. കുറച്ചുപേര് ഹിന്ദുക്കളായിട്ട് നിൽക്കുക ഇപ്പോഴും. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കും അറിയാം ചിലരുടെ ദൈവം ജീവിക്കും ദൈവം അവർക്ക് അറിയാം. അവർ സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ അവർക്ക് അങ്ങോട്ട് വിട്ടു പോരാനായിട്ടുള്ള ഒരു ഇത് വന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു എന്റെ കുടുംബം എനിക്ക് ഒരിക്കൽ പറയാൻ ദൈവം ഭാഗ്യം തരും. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. പിന്നെ സന്തോഷത്തോടെ പറയാൻ ഒരു കാര്യം, 2001 ദൈവം എനിക്കൊരു ദൈവശബ്ദം തന്നു. പുനരുത്ഥാന ശക്തിക്ക് സാക്ഷ്യം പറവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. എനിക്ക് പിന്നെ ഞാൻ എവിടെ എന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കും പറഞ്ഞു വേട കർത്താവെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ദൈവം എന്നത് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ സന്തോഷമുള്ള കാര്യം, 2010 എൻ്റെ അമ്മ മരിച്ചു. 2010 എൻ്റെ അമ്മ മരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വിഷമം, ഇവിടുന്ന് ഞാൻ അച്ഛൻ 99 മരിച്ചു, 99 അച്ഛൻ മരിച്ചു, 1999. അമ്മച്ചി 2010 അമ്മച്ചി മരിക്കുന്നത്. അമ്മ മരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവിടുന്ന് ഞാൻ ഒരു പെട്ടെന്ന് എനിക്ക് അന്ന് ദൈവത്തിന്റെ കൃപയാൽ പോകാൻ ഒരു സഹായം ദൈവം ചെയ്തു തന്നു. എന്നെ ഒരാൾ സഹായിച്ചു. എനിക്ക് പോകാൻ വേണ്ടി വഴി ഒരുക്കി. ഞാൻ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് അമ്മച്ചിയെ കാണാൻ വേണ്ടി പോയി. അമ്മയുടെ ഡെഡ് ബോഡി മുമ്പിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒരു വർഷം മുമ്പ് വന്ന് അമ്മയെ കുറച്ച് ദിവസം വീട്ടിൽ അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ നോക്കിയെല്ലാം വേണ്ടതെല്ലാം ചെയ്തിട്ട് പോയതാ. പക്ഷെ അമ്മ മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി ഓർത്ത്, ദൈവമേ എനിക്കൊന്ന് വന്ന് കാണാനെങ്കിലും ഭാഗ്യം കിട്ടിയില്ല. അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് പോയി ഡെഡ് ബോഡി കാണാൻ പറ്റിയില്ല. ഞാൻ അച്ഛനെ എല്ലാം പോയി 1 മാസം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. വന്നതിന്റെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അച്ഛൻ മരിക്കുന്നു. അപ്പൊ പിന്നെ എനിക്ക് പോകാനുള്ളൊരു ആ സമയത്ത് സാമ്പത്തിക ശേഷം നമ്മൾ സുവിശേഷം എല്ലാവർക്കും മാത്രമേ ഒന്നും ഇല്ല. എന്നാൽ ഇന്ന് ഹെൽപ്പ് ചെയ്യാനോ എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കാനുണ്ട്. അന്ന് സുവിശേഷം നമ്മൾ വരുന്ന സമയമാണ്, നമുക്കൊന്നും അറിയില്ല. എന്തായാലും അന്നും ദൈവം കൈവിട്ടില്ല. അപ്പനെ പോയി ശുശ്രൂഷിക്കാൻ എല്ലാം ദൈവം കൃപ ചെയ്തു. ഒടുവിൽ കണ്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി എടുത്ത് അടക്കാൻ നേരം കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമ്മച്ചി പോകുന്ന ചർച്ചിലെ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ചെല്ലമ്മയാൻറ്റി പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാന്ന്. ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ, കർത്താവെ തന്ന അവസരത്തിനായ സ്തോത്രം. എൻ്റെ മാതാവിനെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചല്ലോ. പുനരുത്ഥാന ശക്തിയെ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ നിന്നവരെല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. എല്ലാവരും ആരാധിക്കുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചി അവൾക്ക് രണ്ടാമത്തെ ചേച്ചിക്ക് അറിയുക. ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരും പുനരുത്ഥാന ശക്തി മഹത്വത്തെ വർണ്ണിച്ച് ആരാധിക്കുക. ആ സമയത്ത് എൻ്റെ അമ്മയുടെ അടക്കം കൊണ്ടുപോകുന്ന സ്ഥലം കർത്താവിന്റെ ഒരു വലിയ വർഷിപ്പിന്റെ ഒരു സ്ഥാനമായി തീർന്നു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പുനരുത്ഥാന ശക്തി പുതുമ സൃഷ്ടിക്കുന്നതായി എന്നും. കാരണം ഉയർപ്പിന്റെ ശക്തിയുടെ മഹത്വം എന്തെന്ന് എന്നെ അറിയിക്കാനായി ദൈവം എന്നെ പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിന്റെ വേലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം പറയാനുള്ള കാര്യം, ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷമായെങ്കിലും 82 രക്ഷിക്കപ്പെട്ടതാ. ഈ 33 വർഷം നോർത്ത് ഇന്ത്യ കർത്താവിന്റെ വേല ചെയ്ത് ഇന്ന് വരെയും കർത്താവിന്റെ കൃപയിൽ 5 പൈസ ആരോടും കടം വാങ്ങിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എന്റെ പീജങ്ങളിൽ ഇല്ലാണ്ടി പഠിപ്പിച്ചെന്നതാ, കുഞ്ഞുങ്ങളെ കടം വാങ്ങിക്കാതെ ജീവിക്കാൻ പഠിക്കണം, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ ജീവിക്കണമെന്ന്. കാരണം അവരുടെ കഷ്ടത ഞങ്ങൾ അടുത്ത് താമസിച്ച ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുടെ കയ്യിൽ ഞങ്ങളെല്ലാം കേട്ട് പഠിച്ചവരാ. ഞാൻ എൻ്റെ ദൈവത്തോട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അപ്പ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവില്ല, എനിക്കിനി ആരോടും ചോദിക്കാനില്ല, എനിക്ക് ഇന്നത് വേണമെന്ന് ആരുടെ മുമ്പ് കൈ നീട്ടാൻ എന്നെ സമ്മതിക്കരുത്, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കർത്താവിനോടല്ലാതെ വേറെ ആരോടും പറയാൻ എന്നെ അനുവദിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇന്ന് വരെ ഫ്രം ദിസ് ടൈം എൻ്റെ കർത്താവ് ടിൽ ദിസ് ടൈം എൻ്റെ കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് എൻ്റെ ദൈവം നടത്തി. ഇന്ന് വരെ ഞാൻ 5 പൈസ ആരോടും കടം വാങ്ങിയിട്ടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും, എനിക്ക് ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും അതെന്റെ ദൈവം ഹൃദയം അറിഞ്ഞു ചെയ്യും. ഞാൻ ഗ്രൂപ്പിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ എൻ്റെ സിംഗപ്പൂരിലെ ആന്റി എന്ന് പറഞ്ഞ ഒരു കൂടെ ഉണ്ട്. ആ ആന്റി എന്നോട് പറയുമായിരുന്നു,
ചെല്ലമ്മ ഞങ്ങൾ ഒന്നിച്ച് രാവിലെ 9 മണിയാകുമ്പം ചർച്ചിൽ ചെന്ന് ഡിവോഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്കിന് പോകും. 1 മണിക്ക് തിരിച്ചു വന്ന് പിന്നെ ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് 5 മണിയാകുമ്പോൾ പിന്നെ ഞങ്ങൾ വർക്കിന് പോകും. അത് സുവിശേഷം പറയാൻ പോകുന്നതാ. അപ്പോൾ ആന്റി എന്ത് പറഞ്ഞ് ചെല്ലമ്മ നീ നേരത്തെ പോയി ആഹാരം വെക്കണമെന്ന്. ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ കടയിൽ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇങ്ങനെ കടയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടത് കണ്ടപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു, അയ്യോ കർത്താവേ, ഓ ഇനിയിപ്പോ ഒത്തിരി ദിവസം ഇറച്ചി കൂട്ടിട്ടെന്ന് മനസ്സിലോർത്തു. പക്ഷേ നമുക്ക് യുപിയിൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്മൾ വാങ്ങിക്കുന്നില്ല. കർത്താവിന് നമുക്ക് എവിടെയെങ്കിലും തരാൻ ആവശ്യമുള്ളപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് ഞാൻ നേരെ അങ്ങ് പോയി വീട്ടിൽ ചെന്ന് ഞാൻ ജോലിയൊക്കെ ചെയ്യുവാ. എന്നാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മ അമ്മ അന്ന് എന്റെ ആന്റി മോളി നേരത്തെ വന്നു. ആന്റി കൊണ്ടുവന്നേക്കുന്ന് ഇറച്ചി കൈ പിടിച്ചല്ല കുക്ക് ചെയ്യുന്ന എളുപ്പന്ന്. ഞാൻ ഇങ്ങനെ നോക്കി, ദൈവമേ, ഞാൻ എന്തുവാണോ ആഗ്രഹിച്ചത് അത് തന്നെ ദൈവം എനിക്ക് വേണ്ടി കൊണ്ടു തന്നു. ഹൃദയത്തിന്റെ കൊച്ചു ഒരാഗ്രഹം പോലും അറിയുന്ന ദൈവം. എന്തെങ്കിലും ആഗ്രഹിച്ചാല് കർത്താവ് തരത്തിൽ നിന്നല്ല, നമുക്ക് വേണ്ടത് എന്തും തരുവാന് ദൈവത്തിന് അറിയാം. ഇന്ന് വരെയും തരുവാനും അതുപോലെ നമ്മുടെ ആവശ്യം നടക്കാനും മറ്റുള്ളവർ കൊടുക്കാനും ദൈവം സഹായിച്ചു. ഒടുവിലായി കർത്താവിന്റെ സ്ഥലം എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, പറയാൻ എന്റെ ദൈവം പുനരുത്ഥാന ശക്തിയാൽ സകലതും പുതുതാക്കുന്ന ദൈവമാണ്. ആ പുനരുത്ഥാന ശക്തി ഒരു മഹത്വം കൂടെ ഇപ്പം ഈ അടുത്ത ഇടയിൽ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ ഈ നമ്മുടെ സാക്ഷ്യം വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഈ ഡിസംബറിൽ, അതായത് 25 ഡിസംബർ 1 തീയതി എനിക്ക് ചെറിയൊരു ബ്ലീഡിങ്ങിന്റെ ഒരു സ്പോട്ട് പോലെ കണ്ടു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം സൗഖ്യമാക്കുമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അല്ലാതെ അതിന് കുറവായില്ല. 2 ദിവസം കാണും, പിന്നെ ഇല്ല, പിന്നെയും വരും, പിന്നെയും പോകും ഇങ്ങനെ. അപ്പം ഞാൻ 23 തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സിസ്റ്റർ ആയിരുന്നു, സിസ്റ്ററിനോട് പറഞ്ഞു നിങ്ങൾ ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് എടുത്തപ്പോൾ അതിനകത്ത് കാണുന്നത് എൻ്റെ യൂട്രസിന് കുറച്ച് തിക്നെസ് ഉണ്ട്. അതത്ര നല്ലതല്ല. എൻ്റെ ഏജിൽ അത് 7 ആകാവുള്ളൂ, പക്ഷെ എനിക്കത് 12 ഉണ്ട്. അപ്പൊ തന്നെ ഡോക്ടർക്ക് ഡൗട്ടായി. എൻ്റെ ഹസ്ബൻഡ് അനിയന്റെ മോളുടെ പേര് രഞ്ജിനി എന്നാ. ആ മോള് ഡോക്ടറാണ്, ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ആ മോള് ട്രിവാൻഡ്രത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. നല്ല ആത്മീയ ഒരു കുഞ്ഞാണ്. അവൾ ദൈവവേല ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ആ മോളെ ഞാൻ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. മോള് പറഞ്ഞു, അമ്മ എത്രയും വേഗം MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോൾ അതിനകത്ത് ശരിക്കും ക്യാൻസറിന്റെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് ആദ്യം പറഞ്ഞില്ല മോള്. അത് കഴിഞ്ഞ് വളരെ സാവധാനത്തിനോട് പറഞ്ഞു, അമ്മ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഇതായിരിക്കുമോ എന്ന്. പക്ഷേ അമ്മ ഒന്ന് മനസ്സൊരുക്കിക്കോ, നമുക്ക് യൂട്രസ് അങ്ങ് എടുത്ത് കളയാം അമ്മ എന്ന് പറഞ്ഞു വളരെ സ്നേഹത്തോടെ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല മോളെ, അതിന്റെ ആവശ്യം വരുമോ? എന്തായാലും അത് കഴിഞ്ഞപ്പം ആ MRI എടുത്തോട് തന്നെ പറഞ്ഞത് ഹിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യണം. അറൌണ്ട് 35,000 റുപ്പീസ് അതിൻ്റെത്. അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, മോളെ ഇത്രയും രൂപ മുടക്കി അത് ചെയ്യണോ? പറഞ്ഞു, ഇല്ല അമ്മ, അത് ചെയ്തേ ഉൾക്കൊള്ളുന്ന. അത് ചെയ്തപ്പോൾ എൻ്റെ റിസൾട്ട് 10 ദിവസം കഴിഞ്ഞാൽ വന്നത്. യൂട്രസിൽ നിന്ന് ഒരു ഭാഗം അവർ കട്ട് ചെയ്തെടുത്തിട്ട് അവരത് ബയോപ്സിക്ക് അയച്ചു. അപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് ക്യാൻസർ ആയിരിക്കുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് മനസ്സ് പതറി. പക്ഷേ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. കാരണം അവിടെയും എന്നെ ദൈവം വചനം തന്നെ എന്നെ ബലപ്പെടുത്തി. കർത്താവ് എനിക്ക് അൾട്രാസൗണ്ട് എടുത്തിട്ട് റിസൾട്ട് കിട്ടിയപ്പം ഞാൻ പറഞ്ഞു, യേശുപ്പച്ച ഇതെന്നാ, എന്റെ യൂട്രസിന് എന്ത് പറ്റി, ഇത് എടുത്തു കളന്നൊക്കെ പറയുന്നല്ലോ, എന്താ യേശുപ്പച്ച? ഇങ്ങനെ ഞാനൊരു പിള്ളേരുടെ വർത്താനം പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറയുക. അപ്പൊ പെട്ടെന്ന് ശബ്ദം ഞാൻ കേൾക്കുക, സാംസ് 121 ഇങ്ങനെ ഞാൻ കേട്ടു. ഞാൻ ഇങ്ങനെ അത് വായിക്കും, എനിക്ക് അറിയാം, പക്ഷെ അന്നേരം മനസ്സിന് വെപ്രാളം. അത് വായിച്ചപ്പോൾ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ആ ഒരൊറ്റ ശബ്ദത്തില് ഞാൻ പിടിച്ചു തൂങ്ങിക്കിടന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞതാണ് എന്റെ പ്രാണനെ പരിപാലിക്കാമെന്ന്. ആമേൻ. കർത്താവ് എന്നെ കാക്കും. എനിക്കൊരു ഉറപ്പ് തന്ന ദൈവം, ആപത്തൊന്നും വരുത്താതെ ദൈവം എന്നെ കാക്കുമെന്ന്. എന്തോ എനിക്ക് നല്ലൊരു വിശ്വാസം തന്ന ദൈവം. കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഇത് മഹത്വത്തിനാക്കുമെന്ന്. അപ്പോൾ ഡിസംബർ 6 തീയതി ദൈവം എനിക്കൊരു ശബ്ദം തന്നായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ബൈബിള് വായിച്ച് ദൈവശബ്ദം കേട്ട് എന്റെ ഡയറിയിൽ നോട്ട്സ് എഴുതി വെക്കും. അപ്പൊ ഡിസംബർ 6 തീയതി കർത്താവിന്റെ ആത്മാവ് എനിക്ക് ഇങ്ങനെ ഒരു ശബ്ദം തന്നു. ചില ദൈവിക കാര്യങ്ങൾ നിന്നിലേക്ക് വരാൻ പോകുന്നു, നീ അധൈര്യപ്പെട്ടു പോകരുത്, അത് എന്റെ അറിവിലൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് മാനുഷികമായ ശബ്ദങ്ങൾക്ക് നീ ചെവി കൊടുക്കരുത്. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കുന്നു. ഞാൻ അത് ഡയറിയിൽ എഴുതി വെച്ചു. അതൊക്കെ അവിടെ കിടപ്പുണ്ട്, ഞാനതൊക്കെ മനസ്സിൽ നിന്നേ പോയി. പക്ഷേ എനിക്ക് ഡോക്ടർ ജനുവരി 13 റിസൾട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രേഡ് ക്യാൻസർ ആണ്, യൂട്രസ് റിമൂവ് ചെയ്യണം. പക്ഷേ ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഓൺകോളജിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കണം. അപ്പൊ എന്റെ ഹസ്ബൻഡ് അനിയന്റെ മോള് ഡോക്ടർ രഞ്ജിനി പറഞ്ഞ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ദൈവം കൂടെയുണ്ട്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ദൈവം തീയിലിട്ടിട്ട് മാറിയിരിക്കുന്ന ദൈവമല്ല,
ആ ദൈവം അമ്മയുടെ കൂടെ ഉണ്ടമ്മ, അമ്മ വിഷമിക്കല്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ ഒത്തിരി ബലപ്പെടുത്തി. ദൈവത്തിന്റെ സ്തോത്രം. തക്ക സമയത്ത് എല്ലാം അതുവരെ ഞാൻ ഓർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വരെ നമ്മള് കയ്യിൽ ഒതുങ്ങി നിന്നു. പക്ഷെ ക്യാൻസർ ആണെന്ന് കേട്ടപ്പോ എന്റെ കൂടെയുള്ള റൂംമേറ്റ് സിസ്റ്റർ എൽസി വളരെ തകർന്നു പോയി. കാരണം 31 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ ഡൽഹിയില്. കർത്താവിന്റെ കൃപയാല് അവൾ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് പറഞ്ഞു, സത്യം പറഞ്ഞ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഓപ്പറേഷൻ ചെയ്യാണ്. അതിപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കും 5 ലക്ഷം രൂപ. കർത്താവിന് സ്തോത്രം. 2.5 ലക്ഷം രൂപയ്ക്ക് ആ ഡോക്ടർ എന്റെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചു. എനിക്ക് വേണ്ടി ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചെല്ലമ്മയുടെ പൈസ, എന്റെ പൈസ ഞാൻ ചെല്ലമ്മയ്ക്ക് വേണ്ടി കട്ട് ചെയ്ത. കാരണം എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലെ പൈസ മാത്രം മതി, ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കണമല്ലോ, എന്റെ പൈസ ഞാൻ എടുക്കത്തില്ല. 2.5 ലക്ഷം രൂപയ്ക്ക് കർത്താവിന്റെ കൃപയിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ. യൂട്രസ്, അതിന്റെ ഓവറി, അതിന്റെ ട്യൂബ്, പിന്നെ അതിന് ചേർന്ന എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എല്ലാം റിമൂവ് ചെയ്തു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ കണ്ണുനീരോടെ ദൈവത്തോട് പറഞ്ഞു, അപ്പാ നീ എന്റെ കൂടെ ഇരിക്കണം, നീ ആയിരിക്കും എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്. കർത്താവെ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്റെ കൂടെ ഇരിക്കണം. ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്റെ കർത്താവ് ഇറങ്ങി വന്ന് എന്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് അവിടെ ഇരിക്കുക, നീ സ്വർഗത്തിൽ ഇരിക്കരുത്, നീ എന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചു പിള്ളേരെ പോലെ ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിറങ്ങിപ്പോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കിടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടറുണ്ട്, ഞാൻ പറഞ്ഞു എനിക്കൊരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുപ്പച്ച, ഹിന്ദിയിൽ തന്നെ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഹിന്ദിക്കാരെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അവർ നമ്മുടെ ദൈവത്തിന്റെ മഹത്വം അറിയുന്നത് എങ്ങനെയാ. ഞാൻ ഹിന്ദിയിൽ പ്രാർത്ഥിച്ചു, കർത്താവായിരിക്കും എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, ഈ പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കണമേ. പുനരുത്ഥാനത്തിന്റെ സാമർത്ഥ്യം, അങ്ങനെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് എവിടെ ഉണ്ട്, ദൈവം എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. 2:30, അതായത് 16-ാം തീയതി 2:30, പകൽ 2:30 ഓപ്പറേഷൻ തുടങ്ങി. രാത്രി 10:45 എനിക്ക് ബോധം വന്നത്. കർത്താവിന്റെ കൃപയാല് ദൈവം എന്നെ അത്ഭുതകരമായിട്ട് കാത്തു പരിപാലിച്ചു. എല്ലാം കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞു. ഓപ്പറേഷന്റെ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞു. എല്ലാം ഞാൻ ദൈവത്തിന്റെ കൃപ നല്ലതായിട്ട് വന്നു. അപ്പോഴാണ് എന്റെ ബയോപ്സി റിസൾട്ട് വന്നേക്കുന്നത്. ഫസ്റ്റ് ഗ്രേഡിൽ നിന്ന് അത് അടുത്ത സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഇത്രയും ദൈവം ചെയ്തെങ്കിൽ പിന്നെ ഇതിനേക്കാളും വലുതൊന്നും ഇനി ചെയ്യാൻ, ദൈവം എന്റെ കൂടെ ഉണ്ട്. പക്ഷെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നേരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് 20 റേഡിയേഷൻ വേണം, 2 കീമോ വേണം എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞേശപ്പച്ച, കീമോ ഒക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എന്റെ ദൈവമേ എനിക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല ദൈവമേ എന്ന് പറഞ്ഞ് കരയുക. അപ്പോഴ് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി ബലം തന്നു. ജനുവരി 13-ാം തീയതി ക്യാൻസർ എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒത്തിരി ബിപി എല്ലാം ഹൈ ആയി, വല്ലാതായി പോയി. പക്ഷെ 14-ാം തീയതി രാത്രിയിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് നല്ലൊരു ശബ്ദം തന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുപ്പച്ച, എനിക്ക് ക്യാൻസർ ആണെന്ന് പറയാൻ സമ്മതിക്കല്ലേ കർത്താവ് എന്ന് കരഞ്ഞുകൊണ്ട് പറയുക. അപ്പൊ പെട്ടെന്ന് ഞാൻ അടുത്ത ശബ്ദം കേൾക്കാം, ഞാൻ ഈ രോഗത്തിന്റെ കൂട് പൊട്ടിച്ച് മകളെ നിന്നെ പുറത്ത് കൊണ്ടുവരും, പുനരുത്ഥാന ശക്തിയുടെ മഹത്വം ഞാൻ നിന്നിൽ വെളിപ്പെടുത്തും, നീ അധൈര്യപ്പെട്ടു പോകരുത്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇങ്ങനെ ഒരു ദൈവശബ്ദം എനിക്ക് തന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നെ ചെയ്ത് എനിക്ക് വേണ്ടി. എന്റെ ഓപ്പറേഷൻ ജനുവരി 16 ആയിരുന്നു. ഫെബ്രുവരി 16 1 മാസം കഴിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്കൊരു പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ ശരീരത്തിലെങ്ങും ബ്ലഡിലെങ്ങും ക്യാൻസറിന്റെ ഒരു ലേശം പോലും ഇല്ല. ക്യാൻസർ ഉണ്ടാകുന്ന സമയത്ത് 235.9 ആയിരുന്നു എന്റെ ബ്ലഡിൽ ക്യാൻസറിന്റെ അളവ്. എന്നാൽ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 23.9. എന്റെ ദൈവം വലിയവൻ, ജീവിക്കുന്ന ദൈവം. കർത്താവിന് സ്തോത്രം. അത് കഴിഞ്ഞ് 17-ാം തീയതി എന്റെ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ ഞാൻ രാവിലെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, യേശുപ്പാ ഇത്രയെല്ലാം ചെയ്തല്ലോ, ആപത്തൊന്നും വരുത്തല്ലേ. അപ്പൊ ഞാൻ ദൈവശബ്ദം കേൾക്കുക, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പുറപ്പാട് 14:13 എഴുതിയിരിക്കുന്ന വചനം തന്നു. സമാധാനത്തോടെ പോയി പെറ്റ് സ്കാൻ എടുക്കുന്ന സമയത്തൊക്കെ എന്റെ മനസ്സിൽ ചിന്തയാ, കർത്താവെ സ്തോത്രം, നീ എന്റെ കൂടെ ഉണ്ടല്ലോ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. കർത്താവിന്റെ കൃപയാല് റിസൾട്ട് വന്നപ്പോൾ എന്റെ ശരീരത്തിൽ എങ്ങും ക്യാൻസറിന്റെ ഒരു സ്പോട്ട് പോലും ഇല്ലാതെ ദൈവം എന്നെ പൂർണ്ണ സൗഖ്യമാക്കി. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ പറഞ്ഞാല് വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ദൈവകൃപയാല് ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ ഡോക്ടേഴ്സ് നിർബന്ധമായിട്ട് പറഞ്ഞത് കൊണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ക്യാൻസറിന്റെ ഇത് കണ്ടതല്ലേ, നമുക്കൊരു 3 ഇന്റേണൽ പിന്നെ റേഡിയേഷൻ ചെയ്താൽ മതി. 3 റേഡിയേഷനെ എടുത്തുള്ളൂ. 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം 45,000 രൂപയിൽ എനിക്ക് റേഡിയേഷൻ എല്ലാം ചെയ്തു തന്നു. ഒരു പ്രയാസവും ഇല്ലാതെ, കീമോയ്ക്ക് ഒന്നും ആവശ്യം വന്നില്ല. എന്റെ ദൈവം ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ. എന്റെ ജീവിതം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട തരുന്ന ദൈവം. ഹല്ലേലൂയ. ചാരത്തിൽ നിന്നും സൗന്ദര്യം സൃഷ്ടിക്കുന്ന എന്റെ ദൈവം, ആ ദൈവമാ എന്റെ ദൈവം. ഹല്ലേലൂയ. എനിക്ക് അതേ ഉള്ളൂ പറയാനായിട്ട്.
കർത്താവ് ജീവിക്കുന്ന രക്ഷകൻ. റെവലേഷൻ 19:13 വെളിപ്പാട് 19:13 പറയുന്നു, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, ദൈവവചനമെന്നാകുന്നു അവന്റെ പേർ. ആ വചനം, എന്റെ ക്രിസ്തുവാകുന്ന വചനം എന്നെ ഇത്രത്തോളം നടത്തി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിവേഗത്തിൽ ഓടുന്ന വചനം, കർത്താവിന്റെ വചനം, ക്രിയ ചെയ്യുന്ന വചനം, കർത്താവിന്റെ വചനം അയച്ചകാര്യം സാധിപ്പിച്ച് മാത്രമേ മടങ്ങി വരികയുള്ളൂ. ജീവനും ചൈതന്യവും തരുന്ന വചനം, ആ വചനമാണ് എന്നെ ഇന്ന് വരെയും നടത്തിയത്. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ക്രിസ്തുവാകുന്ന വചനം എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തി. സകല മഹത്വവും ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിത അനുഭവത്തോട് ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയും, വെണ്ണീരിൽ നിന്നും സൗന്ദര്യത്തെ സൃഷ്ടിക്കും നാഥനൻ ദൈവം, ശൂന്യതയെല്ലാം നിറയ്ക്കുമവൻ, വിലാപങ്ങളെ നൃത്തമാക്കും ദൈവം, ശൂന്യതയെല്ലാം നിറയ്ക്കുമവൻ, വിലാപങ്ങളെ നൃത്തമാക്കും ദൈവം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എനിക്ക് ഇത്രയും സമയം എന്റെ കർത്താവിനെ കുറിച്ച് സംസാരിപ്പാന്, അവൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പാടുവാന്. അതെ, നിങ്ങൾ തമ്മിൽ കൂടി വരുമ്പോഴൊക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നവരായിരിക്കാൻ. ഒത്തിരി അത്ഭുതങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് തന്ന സമയത്തുള്ള ഇത്രയും സമയം എന്റെ കർത്താവിനെ കുറിച്ച് പറയാൻ തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഒരു കാര്യമുണ്ട് പറയാനായിട്ട് എന്റെ കേൾവിക്കാരോട്, ദൈവത്തിലും അവന്റെ വചനത്തിലും വിശ്വസിക്കുക. നമുക്ക് ജീവിക്കാൻ അത് ധാരാളം മതി. ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും വിശ്വസിക്കുക. ആ വചനം നമ്മളെ നടത്തും, നമ്മളെ ജീവിപ്പിക്കും, നമ്മളെ നിത്യതയിൽ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെല്ലാം ചേർത്ത് കൊള്ളണമെന്ന് പ്രാർത്ഥനയോടെ എനിക്ക് ഇത്രയും സമയം അനുവദിച്ചെന്ന അരോമ ടിവിയിലെ പ്രിയപ്പെട്ടവരെ നന്ദി ഞാൻ അറിയിക്കുന്നു. സ്നേഹവും സമാധാനവും സന്തോഷവുമെല്ലാം ഇനിയും അനേകർക്ക് അരോമ TV ഒരു അനുഗ്രഹവും ഉത്തേജനവും ആശ്വാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒന്ന് മാത്രമേ ഉള്ളൂ പറയുവാനായിട്ട്, ജീവൻ തന്ന രക്ഷകനായ യേശുവിന്റെ സ്നേഹം. കഷ്ടതയിലും കർത്താവെ പാടുവാൻ, നഷ്ടത്തിലും കർത്താവെ ദൈവത്തെ സ്തുതിക്കുവാൻ, പ്രതികൂല സാഹചര്യങ്ങളില് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ അങ്ങയിൽ ചേർന്ന് നിൽപ്പാന് ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവെ ദൈവത്തിലും അവന്റെ വചനത്തിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയ ദൈവം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിന്റെ കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ, കർത്താവിലും അവന്റെ വചനത്തിലും ആശ്രയിപ്പാന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയില് എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ചെല്ലമ്മ ജോസഫ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ ആ വഴികളെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാകാത്തവണ്ണം ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ കാര്യപരിപാടി അത് വളരെ വ്യത്യസ്തമായിരിക്കുന്നു. അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് വളരെ വ്യത്യസ്തവും വേറിട്ടതുമായ അനുഭവങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ചെല്ലമ്മ സിസ്റ്ററിന്റെ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യവും വളർന്നു വന്ന പശ്ചാത്തലവും അതിൽ നിന്നൊക്കെ എത്രയോ ദൂരെ വലിയ മാറ്റത്തോടെ വ്യത്യസ്തമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഇന്ന് കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ കാര്യപരിപാടി എത്ര ശ്രേഷ്ഠകരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു പക്ഷെങ്കില് ഇലത്താളം കൊട്ടി ഭജനപ്പാട്ടും പാടി ജീവിതം ആ പിതാവിനോടൊപ്പം
ആ ഒരു നിലയിൽ പോയിരുന്നു എങ്കിൽ ഇന്നൊരു സീനിയർ ഭജന പാട്ടുകാരിയായി മാറിയനെയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടി മറ്റൊന്നായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് ദൈവം വേർതിരിച്ചു. സ്തോത്രം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പാടുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ, വചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ, ക്രിസ്തുവിലേക്ക് അനേകരെ നയിക്കുവാൻ, ആയിരക്കണക്കിന് ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും, കർത്താവിന്റെ നല്ല സാക്ഷ്യം വഹിക്കുവാനും, മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കി. ആ പിന്നിട്ട നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അപൂർവം ചില സന്ദർഭങ്ങളിൽ വേദന ഉളവാക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അതിലൊന്നാണ് ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത പങ്കാളി. യാത്രാമധ്യത്തില് അദ്ദേഹം കൂടെ കൂടി, യാത്രാമധ്യത്തില് അദ്ദേഹം വിട്ടുപോയി. പക്ഷേ വിട്ടുപിരിയാതെ ഇന്നും കൂടെ നിൽക്കുന്ന ആ ഒരു കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇന്നും കർത്താവ് വിട്ടുപിരിയാതെ കൂടെ നിൽക്കുന്നു. വേർപാടെന്ന് പറയുന്നത് വളരെ വേദന ഉളവാക്കുന്നതാണ്. അതുപോലെ തലമുറ നഷ്ടപ്പെട്ടു പോയ ആ അനുഭവം വളരെ വേദന ഉളവാക്കി. കുടുംബജീവിതത്തിൽ ഉണ്ടായ ചില അസുലഭ സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ ഭർത്താവിനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, മാതാപിതാക്കന്മാരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിഫലം, വലിയ ദൗത്യമാണ് ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. മറ്റൊന്നും നേടിയില്ല എങ്കിൽ പോലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇടയിൽ നിൽക്കുവാന്, അവർക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയില് അഭയാചന കഴിക്കുവാനൊക്കെ അവസരങ്ങളെ കണ്ടെത്തുന്നു എന്നറിഞ്ഞതില് ഒരുപാട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് ചേർന്ന് വളരെ സുസ്ഥിരമായ അനുഗ്രഹിക്കപ്പെട്ട സേവനത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ദീർഘവർഷങ്ങൾ ഉത്തരഭാരതത്തില് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ശുശ്രൂഷയില് ആയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് മറ്റേതൊരു ശുശ്രൂഷയേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും വേദികളിൽ പ്രസംഗിക്കുന്നവരെയും പരസ്യ ശുശ്രൂഷകൾ ചെയ്യുന്നവരെയും മുൻനിരയിൽ നിൽക്കുന്നവരെയൊക്കെയാണ് സമൂഹം വളരെ പ്രാധാന്യം കൊടുക്കുന്നതും അറിയുന്നതും. പക്ഷേ ദൈവം അറിയുന്നത്, ദൈവം മുൻനിരയിൽ നിൽക്കുന്നവരായിട്ട് കാണുന്നത് കർത്താവിനോട് ചേർന്നിട്ട് പ്രാർത്ഥിക്കുന്നവരെയാണ്. സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസിയെയും ടീമിനെയും കർത്താവ് അത്രയധികം അടുത്തറിഞ്ഞ് കർത്താവ് ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ശക്തരായ നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷ മുൻനിരയിൽ നിൽക്കുന്ന പല പ്രിയപ്പെട്ടവർക്ക് ഇതിനോടകം അരോമ ടിവിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നവരുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കുവാൻ, പ്രത്യേകിച്ച് പി ജി അങ്കിളും ലില്ലിയാൻറ്റിയും നിരവധി പ്രിയപ്പെട്ടവര് ഇതിനോടകം ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു. അതൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രചോദനവും അനുഗ്രഹവും ആയി തീർന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററിന്റെ സാക്ഷ്യവും പ്രേക്ഷകർക്ക്, ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ വിലപ്പെട്ട സമയം വേർതിരിച്ച് ഈ വിലയേറിയ സാക്ഷ്യം പങ്കുവച്ചതിന് നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ഇനിയും കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരാൻ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു.
aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.